നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ് ജോഗ്രഫി എന്നും അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പോയത് ഭൂമിയുടെ വലിപ്പം കണ്ടെത്തുവാൻ ആദ്യമായിട്ട് ശ്രമിച്ചത് ആര്, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. അതിനുശേഷം പ്രധാനപ്പെട്ട കുറച്ച് തിയറീസ്, നെബുലാർ ഹൈപ്പോത്തസിസ് തിയറിയും ബൈനറി സ്റ്റാർ തിയറിയും അതുപോലെ ബിഗ് ബാങ് തിയറി, ഇങ്ങനെയുള്ള തിയറീസിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ജിയോസെൻട്രിക് തിയറിയും ഹീലിയോസെൻട്രിക് തിയറിയും പറഞ്ഞു. അതായത് ഏകദേശം ആദ്യം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആണ്. അതുപോലെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അതുപോലെ ഭ്രമണവും പരിക്രമണത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ടൈം സോൺസ് ഒക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പോയത് നമ്മുടെ ഭൂമിയുടെ പല പാളികളെ കുറിച്ച്, ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അതിൽ നമ്മൾ ഭൂവൽക്കം പറഞ്ഞു, അതുപോലെ മാന്റിൽ പറഞ്ഞു. അടുത്ത് കാമ്പാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള ടോപ്പിക്. ഓക്കെ, എല്ലാവർക്കും ഭൂവൽക്കവും മാന്റിലൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഭൂവൽക്കത്തില് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂവൽക്കത്തിന്റെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ എല്ലാവരും ഉത്തരവിട്ടെ. എത്രയാണ് ഭൂവൽക്കം? എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂവൽക്കം? 16. അതെ അതെ, ശ്രീലക്ഷ്മി, ജയകൃഷ്ണൻ എല്ലാവരും പറഞ്ഞു. ഗ്രീഷ്മ, അശ്വതി, ലക്ഷ്മി, ഓക്കെ ഓക്കെ ഓക്കെ, അതുൽ, ഓക്കെ, അരുൺ, ദിവ്യ, ഓക്കെ ഓക്കെ, അക്ഷര, മീര, രഞ്ജു, ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഓക്കെ അല്ലേ? 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. 16 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് പറയുന്നത് ഭൂവൽക്കത്തിന്റെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എടാ, മാന്റിലിന്റെ ആവറേജ് ടെമ്പറേച്ചർ എത്രയാണ്? മാന്റിലിന്റെ ആവറേജ് ടെമ്പറേച്ചർ? ഓക്കെ 2200. ഓക്കെ, അതെ, 2200. 2200. ഓക്കെ 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 ഓക്കെ. അപ്പം ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഭൂവൽക്കവും മാന്റിലും പറഞ്ഞതാണ് നമ്മൾ നിർത്തിയത്. ഭൂവൽക്കവും മാന്റിലും പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്തത്, നിർത്തി വെച്ചിരുന്നത്. അപ്പം നമ്മൾ ഭൂവൽക്കത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭൂവൽക്കത്തിൽ നമ്മൾ പറഞ്ഞു അവിടെ വൻകര ഭൂവൽക്കവും ഉണ്ട്, അതുപോലെ സമുദ്ര ഭൂവൽക്കവും ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മാന്റിലാണ്. മാന്റിലിന് തന്നെ 2 ഘട്ടമുണ്ടെന്നും ആ 2 ഘട്ടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. നമുക്കിനി അടുത്ത് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് കാമ്പാണ്. കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്ന മേഖല. ഇതിനിടയ്ക്ക് നമ്മൾ 2 വിഭിന്നതയൊക്കെ പറഞ്ഞായിരുന്നു. ഒന്ന് കൊൺറാഡ് വിഭിന്നത എന്താണെന്ന് പറഞ്ഞു. എന്താണ് കൊൺറാഡ് വിഭിന്നത? ഇന്നർ ക്രസ്റ്റിനും ഔട്ടർ ക്രസ്റ്റിനും ഇടയിലുള്ള ആ ഒരു അതിർവരമ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതെന്ന് പറഞ്ഞു, കൊൺറാഡ് വിഭിന്നത എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ വിഭിന്നത എന്താണെന്ന് നോക്കി. എന്താണ് മൊഹറോവിസിക്? നമ്മുടെ ഭൂവൽക്കത്തിന്റെയും മാന്റിലിനെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി, ഈ റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എവിടെ വരുന്നതാണെന്ന് പറഞ്ഞു? അപ്പർ മാൻഡിലിനെ നമ്മുടെ അതെ, അപ്പർ മാന്റിലിനും ലോവർ മാന്റിലിന്റെ ഇടയിൽ വരുന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഗുട്ടൻബർഗ് വിച്ഛിന്നത വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറയുന്നത് മാന്റിലിനെയും കോറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞു? ഈ ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് നമ്മൾ പറഞ്ഞു. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, സൗണ്ട് കേട്ടൂടെ? കേൾക്കാം സാർ. കുറവാണ്. കേൾക്കാം സാർ. ഓക്കെ ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും സൗണ്ട് ഓക്കെ ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കോറിനെ കുറിച്ചാണ്. കോർ അല്ലെങ്കിൽ കാമ്പിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. കാമ്പ് എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തെയാണ് നമ്മൾ കാമ്പ് എന്ന് പറയുന്നത്. 2900 കിലോമീറ്ററിൽ തുടങ്ങി ഏകദേശം 6371 കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള ഒരു കനം കൂടിയ പാളിയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഏറ്റവും കനം കൂടിയ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ക്രസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഏറ്റവും കനം കുറഞ്ഞത് നമ്മുടെ ഭൂവൽക്കമാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കനമുള്ള ഭാഗമാണ് ക്രസ്റ്റ്. അതിന് മുകളിലുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, കാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ഭൂവൽക്ക പാളി മുതൽ 2900 കിലോമീറ്റർ വരെ ആണ് എന്തെന്ന് പറഞ്ഞത്, മാന്റിൽ എന്ന് പറഞ്ഞത്. എന്നാൽ ഈ 2900 മുതൽ ഏകദേശം 6371 കിലോമീറ്റർ വരെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അളവുകൾ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ കിലോമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഓർക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കോറ് മാന്റിൽ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു അപ്പർ മാന്റിലും ഉണ്ട് ലോവർ മാന്റിലും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ കോറിനും 2 ഭാഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പുറക്കാമ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഔട്ടർ കോർ എന്ന് പറയും. മറ്റൊന്ന് അകക്കാമ്പ് അല്ലെങ്കിൽ ഇന്നർ കോർ എന്ന് പറയും. ഒന്ന് പുറക്കാമ്പ് ഔട്ടർ കോർ ആണ്, അടുത്തത് അകക്കാമ്പ് ഇന്നർ കോർ ആണ്. ഓക്കെ,
ഇത് രണ്ടുമാണ് കോറിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. കോറിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിക്കലും അയണും ഇതൊക്കെ ഏറ്റവും കൂടുതൽ, ഈ ധാതുക്കളൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ഈ കോർ എന്ന് പറയുന്നത്. കാരണം കോർ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ നിക്കലും അയണും കൊണ്ടാണ് നമ്മുടെ കോർ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോർ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, നിഫെ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, കോറിനെ അല്ലെങ്കിൽ കാമ്പിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് നിഫെ. Ni എന്ന് വെച്ചാൽ നിക്കലാണ്, Fe എന്ന് വെച്ചാൽ ഇരുമ്പാണ്. അങ്ങനെ നമ്മൾ നിക്കലും അയണും കൂടെ ചേർത്ത് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നിഫെ എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് കോറിന്റെ മറ്റൊരു പേര്. അപ്പൊ ഇത്രയേ ഉള്ളൂ. കോർ എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്. 2900 കിലോമീറ്റർ തുടങ്ങി ഏകദേശം 6371 കിലോമീറ്റർ വരെയാണ് കോറിന്റെ ദൈർഘ്യം അല്ലെങ്കിൽ കോറിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു, പുറക്കാമ്പും ഔട്ടർ കാമ്പും, അല്ലെങ്കിൽ പുറക്കാമ്പും അകക്കാമ്പും ഉണ്ടെന്ന് പറഞ്ഞു, ഔട്ടർ കോറും ഇന്നർ കോറും ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു പാളി അല്ലെങ്കിൽ കോർ എന്ന് പറയുന്ന ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് നിക്കലും അയണും ചേർന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് നിഫെ എന്നാണ് വിളിക്കുന്നത്. നിഫെ, നിഫെ. ഓക്കെ, അപ്പം ഇതാണ് കോറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഈ കോറിനകത്തുള്ള ഈ ഇന്നർ കോറും അല്ലെങ്കിൽ ഔട്ടർ കോറും ഇത് ഇന്നർ കോറും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പുറക്കാമ്പും അകക്കാമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുറക്കാമ്പ് അല്ലെങ്കിൽ ഔട്ടർ കോർ എന്ന് പറയുന്ന മേഖലയിൽ ദ്രാവക അവസ്ഥയിൽ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലാണ് ഈ ഒരു മേഖലയിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, പുറക്കാമ്പിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് എന്ത് അവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ ഉരുകിയ അവസ്ഥയിലാണ് പുറക്കാമ്പിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, പുറക്കാമ്പിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് എന്ത് അവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ ഉരുകിയ അവസ്ഥ അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അകക്കാമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അകക്കാമ്പിൽ നമുക്ക് വസ്തുക്കൾ, ഈ അകക്കാമ്പിൽ വസ്തുക്കൾ കാണപ്പെടുന്നത് എന്ത് രൂപത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഒരു ഖര അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഏറ്റവും ഉള്ളില് അല്ലെങ്കിൽ ഇന്നർ കോറിൽ ഇങ്ങനെ ഒരു ഖര അവസ്ഥയിൽ വസ്തുക്കൾ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നല്ല ഉയർന്ന മർദ്ദം അല്ലെങ്കിൽ ഉയർന്ന പ്രഷർ ഉള്ളിലോട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്തായി കാണപ്പെടുന്നത്? ഈ ഖര അവസ്ഥയിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം ഒരു കാര്യം ഓർത്തു വെച്ചിരിക്കുക, ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന കോറിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് അകക്കാമ്പാണ്. തെറ്റിപ്പോകരുത്, അകക്കാമ്പാണ് ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത്. പുറക്കാമ്പെന്ന് പറയുന്നത് എന്തവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ആ ഒരു വ്യത്യാസം എപ്പോഴും ഓർത്തു വെച്ചിരിക്കുക. പലപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു പോയിന്റ് ആണ്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിൽ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഏറ്റവും ഉള്ളിലുള്ള പോർഷൻ അല്ലെങ്കിൽ ഏറ്റവും ഉള്ളിലുള്ള അകക്കാമ്പ് അല്ലെങ്കിൽ ഇന്നർ കോർ എന്ന് പറയുന്ന സാധനം കാണപ്പെടുന്നത് എന്തവസ്ഥയിലാണ്? അത് ഒരു ഖര അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ ഖര അവസ്ഥയിൽ കാണപ്പെടാനുള്ള ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഉയർന്ന മർദ്ദമാണ്. ഉയർന്ന മർദ്ദമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അകക്കാമ്പ് അല്ലെങ്കിൽ ഇന്നർ കോർ എന്തവസ്ഥയിൽ കാണപ്പെടുന്നത്? ഒരു സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടാൻ അല്ലെങ്കിൽ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള അവസാനത്തെ ഒരു പോയിന്റ് ആണ് ഡിസ്കണ്ടിന്യൂറ്റി, ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഈ ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ലെഹ്മാൻ വിജിന്നത എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഈ ഔട്ടർ കോറിനെയും ഇന്നർ കോറിന്റെയും ഇടയ്ക്കുള്ള അതിർവരമ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ലെഹ്മാൻ വിജിന്നത എന്ന് പറയുന്നത് അപ്പർ കോറിനും ലോവർ കോറിനും, ഓക്കെ, അപ്പർ കോറിനും ലോവർ കോർവ് അല്ലെങ്കിൽ അകക്കാമ്പിനും പുറക്കാമ്പിനും ഇടയിൽ വരുന്ന ഒരു പോർഷനാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ, അല്ലെങ്കിൽ അതിനിടയിൽ വരുന്ന ഒരു അതിർവരമ്പ് അല്ലെങ്കിൽ അതിനിടയിൽ വരുന്ന ഒരു വിജിന്നതയാണ് ഈ ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ മാറിപ്പോകരുത്, ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എവിടത്തെയാണെന്ന് ചോദിച്ചാൽ അപ്പർ കോറിനും ലോവർ കോറിനും ഇടയിലുള്ളതാണ്. ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക: കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി, മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി, റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി, ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പൊ കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ക്രസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നർ ക്രസ്റ്റിനും ഔട്ടർ ക്രസ്റ്റിനും ഇടയിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്? കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ എന്താണ് മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി? മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഭൂവൽക്കത്തിന്റെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി. അത് അപ്പർ മാൻഡിലിനെയും ലോവർ മാൻഡിലിനെയും. അത് കഴിഞ്ഞ് വരുന്ന ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് മാൻഡിലിനെയും കോറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞുള്ള ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ അപ്പർ കോറിനും ലോവർ കോറിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി. പരത്തെ ട്രിക്കൊന്നുമില്ല, പരത്തെ പേര് പഠിക്കാൻ. ഇതിൽ ഈ ഗുട്ടൻബർഗ് വിജിന്നതയും മൊഹറോവിസിക് വിജിന്നതയും ഒരുപാട് വട്ടം PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കോൺറോഡും റെപ്പറ്റിയും ലെഹ്മാനൊന്നും അധികം ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ ഈ കോൺറാഡും റെപ്പറ്റിയും ലെഹ്മാനും ഒക്കെ പറയാം. പക്ഷെ മൊഹറോവിസിക്കും ഗുട്ടൻബർഗും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൊഹറോവിസിക്കും അതുപോലെ തന്നെ ഗുട്ടൻബർഗ് വിജിന്നതയും നന്നായിട്ട് ഓർത്തു വെച്ചിരിക്കുക.
ഇത്രയും ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ 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 അല്ലേ എല്ലാവർക്കും? നമുക്ക് അടുത്തതിലോട്ട് പോവാലോ. ഓക്കെ ഓക്കെ ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണോ? മൊഹറോവിസിസ് ഒന്നുകൂടെ പറയാമോ സാർ? ഓക്കെ മൊഹറോവിസിക്. മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മൾ ആദ്യം പഠിച്ച ഭാഗം എന്ന് പറയുന്ന ഭൂവൽക്കമാണ്, അല്ലെങ്കിൽ ക്രസ്റ്റ് ആണ്, ഭൂമിയുടെ ക്രസ്റ്റ് ആണ്. ആ ക്രസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ലെയർ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മാന്റിൽ എന്ന് പറയുന്നത്. മാന്റിൽ ഈ കാണുന്നതാണ് മാന്റിൽ, ഈ കാണുന്നതാണ് ക്രസ്റ്റ്. ഈ ക്രസ്റ്റിനെയും ഈ മാന്റിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയെ, അല്ലെങ്കിൽ അതിർത്തി രേഖയെ, അല്ലെങ്കിൽ അതിർവരമ്പിനെ നമ്മൾ എന്ത് വിളിക്കും? മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ മൊഹറോവിസിക് വിജിന്നത എന്ന് പറയും. ഓക്കെ, ഒരു കൊറേഷ്യൻ സയന്റിസ്റ്റിന്റെ പേരാണ് ഈ ആൻഡിച്ച് മൊഹറോവിക് എന്ന് പറയുന്നത്. ഒരു കൊറേഷ്യൻ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹമാണ് 1909 ഈ ഒരു വിജിന്നതയും ഈ ഒരു വ്യത്യാസമൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്നൊക്കെ പേര് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ മോഹോസ് വിജിന്നത എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ സാർ, ഓക്കെ. ഓക്കെ 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 അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ ഓക്കെ മീര ഓക്കെ, പാർവതി ഓക്കെ, ജയകൃഷ്ണൻ ഓക്കെ, ദിവ്യ ഓക്കെ, റിൻഷി ഓക്കെ, ബിസ്മി ഓക്കെ, ഭരത് ഓക്കെ ഓക്കെ, വൈഗ ഓക്കെ. ഇത്രയും ഓക്കെ അല്ലേ? ഭരത്തെ 3 പോയിന്റ് ഒന്നുകൂടി. ഏത് 3 പോയിന്റാ ഭരത്തെ? നമ്മുടെ കോറിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. കോറിനെ പറ്റി ഞാൻ ഇത്രേ പറഞ്ഞോളൂ. ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ്. 2900 കിലോമീറ്റർ തുടങ്ങി 6371 കിലോമീറ്റർ വരെ ഉള്ളതാണ്. നിക്കല്, അയൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്ന നിഭ എന്നാണെന്ന് പറഞ്ഞു. അകക്കാമ്പും പുറക്കാമ്പുമാണ്. അകക്കാമ്പ് എന്ന് പറയുമ്പോൾ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉയർന്ന മർദ്ദം മൂലമാണ് അങ്ങനെ കാണപ്പെടുന്നത്. പുറക്കാമ്പ് എന്ന് പറയുമ്പോൾ അത് ദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മളിവിടെ പറഞ്ഞത് ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അതെന്ന് പറയുന്നത് അപ്പർ കോറിനും ലോവർ കോറിനും ഇടയിലുള്ള ആ ഒരു വിഭിന്നതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ഇത്രയും നേരവും പറഞ്ഞപ്പോൾ ഓരോ മേഖലയിലുമുള്ള ഡെൻസിറ്റി, സാന്ദ്രത എത്രയാണെന്ന് പറഞ്ഞു. സാന്ദ്രത ഏറ്റവും കൂടിയ പ്രദേശമാണ് നമ്മുടെ കോർ എന്ന് പറയുന്നത്. കോറിലെ സാന്ദ്രത എന്ന് പറയുന്നത് 13 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 13 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ഇത് നമ്മുടെ ഈ ഒരു കോറിലെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ, കോറിലെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 13 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശിലകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ റോക്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. റോക്ക്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ സിലബസിൽ തന്നെ അടുത്ത് പറഞ്ഞിട്ടുള്ള സാധനമാണ് റോക്ക് എന്ന് പറയുന്ന മേഖല. ഓക്കെ, അപ്പം ശിലകളെ കുറിച്ച് അല്ലെങ്കിൽ റോക്സിനെയാണ് നമ്മൾ ശിലകൾ എന്ന് പറയുന്നത്. ശിലകളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പറയുന്ന പേരാണ് പെട്രോളജി എന്ന് പറയും. ശിലകളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പറയുന്ന പേരാണ് പെട്രോളജി. പെട്രസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ശില എന്നാണ് അർത്ഥം. ശില. പെട്രസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ശില എന്നാണ്. ശില. ഓക്കെ, ഇതിന്റെ ഈ ഒരു ശിലകളുടെ സവിശേഷതകളെ കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ ഒരു റോക്കിനെ നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലിത്തോളജി എന്ന് പറയും. ലിത്തോളജി. ശിലകളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പറയുന്ന പേര് പെട്രോളജി എന്നാണ്. അതിൽ പെട്രസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ പറയുന്ന പെട്രോളജി എന്ന് പറയുന്ന വാക്ക് വന്നത്. ഓക്കെ, അതിൽ പെട്രസ് എന്ന് വെച്ചാൽ അതിനർത്ഥം റോക്ക് അല്ലെങ്കിൽ ശില എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇതിന്റെ സവിശേഷതകളെ, ഒരു റോക്കിന്റെ സവിശേഷതകളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് ലിത്തോളജി എന്നാണ്. ലിത്തോളജി. ഓക്കെ, ഇനി നമ്മുടെ ഭൂമിയുടെ പല ലേയേഴ്സ് നമ്മൾ പറഞ്ഞു. ആ ലേയേഴ്സിൽ എവിടെയാണ് ഈ ശിലകൾ അല്ലെങ്കിൽ റോക്സ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് ലിതോസ്ഫിയറിലാണ്, അല്ലെങ്കിൽ സ്ഥലമണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ ലിതോസ്ഫിയറിലാണ് നമുക്ക് ശിലകളൊക്കെ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ ശിലകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പല പല മിനറൽസ് കൊണ്ടാണ് ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ സിലിക്ക, അഫ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ്, ഇങ്ങനെ പറയുന്ന പല മിനറൽസ് കൊണ്ടാണ് നമ്മുടെ ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ശിലകളെ നമ്മൾ പിന്നീട് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ തരംതിരിക്കും. അത് തരംതിരിക്കുന്നത് ഇതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഉത്ഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ശിലകളെ പിന്നീട് പല ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ശിലകൾ എന്താണെന്ന് ചോദിച്ചാൽ, ശിലകളെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് ചോദിച്ചാൽ പെട്രോളജി ആണ്.
അതിന്റെ സവിശേഷതകളെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ ലിത്തോളജിയാണ്. ശിലകൾ എവിടെ കാണപ്പെടുമെന്ന് ചോദിച്ചാൽ ലിതോസ്ഫിയർ അല്ലെങ്കിൽ സ്ഥലമണ്ഡലത്തിലാണ് നമുക്ക് ശിലകൾ കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു. ഉത്ഭവത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ശിലകളെ പല രീതിയിൽ നമ്മൾ തരംതിരിക്കും. പിന്നെ ഈ ശിലകൾ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ധാതുക്കൾ കൊണ്ടാണ് ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത്. സിലിക്ക, അഫ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് ഇങ്ങനെയുള്ള പല ടൈപ്പ് ധാതുക്കൾ, ഇങ്ങനെ ഒരുപാട് ധാതുക്കൾ കൂടിച്ചേർന്നാണ് എന്ത് രൂപം കൊണ്ടിരിക്കുന്നത്, ശിലകൾ രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചിരിക്കാം. സർ ലിത്തോളജി ഇനി എന്ന് പറഞ്ഞാൽ ശിലകളെ ലിത്തോളജി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശിലകളുടെ സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാസ്ത്രം കൂടിയാണ് ലിത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ സർ. പിന്നെ ഇതില് പിന്നെ പ്രീവിയസ് നമ്മൾ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കുമോ? പ്രീവിയസ് സ്ലൈഡ്. ഓക്കെ. അപ്പം ഇതാണ് ശിലകൾ എന്ന് പറയുന്നത്. ശിലകൾ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോട്ട് വേണോ? ഇതിന്റെ വേൾഡ് ജിയോഗ്രഫിയുടെ നോട്ട് വേണോ? എന്നാൽ ഞാൻ വേണമെങ്കിൽ അതെ ലാസ്റ്റ് സർ. നിങ്ങൾക്ക് നോട്ട് പറഞ്ഞുതരാം. വേണം വേണം. വേണം സർ. അപ്പം ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ നോട്ട് നമുക്ക് 4 മണിക്ക് നമുക്ക് ആയതിനു ശേഷം ഞാൻ നോട്ട് തരാം. നിങ്ങൾ ഇപ്പൊ ക്ലാസ് കേട്ടോ. ഓക്കെ. അല്ല സാർ, നമ്മൾ ക്ലാസിന്റെ കൂടെ എഴുതിക്കോളാം. അങ്ങനെ എഴുതിയാലും മതി. എന്നാൽ വേഗത്തിൽ നിങ്ങൾ അതാവും എഴുതി നല്ലത്. പഠിക്കുക. ഓക്കെ, അങ്ങനെയാലും മതി. നിങ്ങൾ ജസ്റ്റ് ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുത്താലും മതി. ഞാൻ ആവശ്യമുള്ള പോയിന്റ്സ് ഞാൻ എടുത്ത് പറയാം. അത് നിങ്ങൾ നന്നായിട്ട് എഴുതി വെക്കുക. ഓക്കെ. സാർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നോട്ട് വേണം. സാർ ക്ലാസ്സും നോട്ട്സും ഒരുമിച്ച് വേണം. ഓക്കെ ഓക്കെ ഓക്കെ. നോട്ട്സ് നിങ്ങൾ ഞാൻ പറയാം, എന്റെ കൂടെ നിങ്ങൾ എഴുതിക്കോ. ഞാൻ പറയുന്ന നോട്ട് നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് നിങ്ങൾ എഴുതിക്കോ. ഓക്കെ. സാർ ഒന്ന് സ്വല്പം സ്പീഡ് കുറച്ചാൽ മതി. ഓക്കെ ഓക്കെ. ഞാൻ സ്പീഡ് കുറച്ച് പറയാം. നമുക്കുള്ള സമയത്ത് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഓക്കെ. നമുക്ക് ജോഗ്രഫി എന്ന് പറഞ്ഞാൽ വലിയ ടോപ്പിക് അല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് വേഗത്തിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പറയേണ്ടുന്ന പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. നിങ്ങൾ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില പോയിന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കിട്ടാത്ത പോയിന്റ്സുകൾ ചിലപ്പോൾ ഞാൻ പറയും. ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. ലെക്ചർ നോട്ടായിട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളും കൂടെ പഠിക്കും. നിങ്ങൾ എഴുതുമ്പോൾ അതുകൂടെ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഗ്രഹിക്കും. ഞാൻ ഒന്നും കൂടെ പറയുമ്പോൾ അതിനെക്കാട്ടിയും നല്ലത് നിങ്ങൾ എൻ്റെ കൂടെ എഴുതി പോകുന്നതായിരിക്കും. അതിനെക്കാട്ടി ഏറ്റവും നല്ല വിശേഷം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ എഴുതുമ്പോൾ നിങ്ങൾ ഉറങ്ങത്തില്ല. അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് നല്ല താരാട്ട് പാട്ട് പോലെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ശിലകളാണ്. ശിലകളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? പെട്രോളജി എന്ന് പറഞ്ഞു. അതിന്റെ സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാസ്ത്രത്തെ നമ്മൾ ലിത്തോളജി എന്ന് പറഞ്ഞു. ലിത്തോളജി. ഇനി ഈ ശിലകൾ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ലിതോസ്ഫിയറിലാണ് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥലമണ്ഡലത്തിലാണ് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു. ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിലിക്കം, അതുപോലെ സിലിക്ക, അഫ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് ഇങ്ങനെയുള്ള പല ടൈപ്പ് മിനറൽസ്, ധാതുക്കൾ ചേർന്നിട്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? നമ്മുടെ ശിലകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ശിലകളുടെ ഉത്ഭവത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ശിലകളെ പലതായി ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷന് 3 ക്ലാസിഫിക്കേഷനാണ് ആഗ്നേയ ശിലകൾ, അത് കഴിഞ്ഞാൽ അവസാദ ശിലകൾ, മറ്റൊന്ന് കായാന്ത്രിത ശിലകൾ. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്ത്രിത ശിലകൾ. ഇങ്ങനെയാണ് നമ്മൾ ഉത്ഭവത്തിന്റെ അടിസ്ഥാനമാക്കി ശിലകളെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ ഓരോ ശിലകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ആഗ്നേയ ശിലകളെ കുറിച്ചാണ്. ആഗ്നേയ ശിലകൾ നമ്മൾ ഇംഗ്ലീഷിൽ അതിന് ഇഗ്നിയസ് റോക്സ് എന്ന് പറയും. നിങ്ങൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള സാധനം തന്നെയാണ് ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ്. ആഗ്നേയ ശിലകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന് അറിയപ്പെടുന്ന ഒരുപാട് പേരുകളുണ്ട്. ആഗ്നേയ ശിലകൾ, ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ്. ശിലകളുടെ മാതാവ്. പ്രാഥമിക ശില എന്നറിയപ്പെടും, പൃഥർ ശില എന്നറിയപ്പെടും, പൃഥർ ശില എന്നറിയപ്പെടും, അടിസ്ഥാന ശില എന്നറിയപ്പെടും. അപ്പൊ ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്ന പല പേരുകളുണ്ട്. ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പൃഥർശില, അടിസ്ഥാന ശില. ഇതെല്ലാം PSC ചോദിച്ചിട്ടുണ്ട്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന റോക്ക് അല്ലെങ്കിൽ ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏതാണ്? പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ശില ഏതാണ്? പൃഥർശില എന്നറിയപ്പെടുന്ന ശില ഏതാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഏതാണ്? ആഗ്നേയ ശിലയാണ്. പൃഥർശില അല്ലെങ്കിൽ ശിലകളുടെ മാതാവ് അല്ലെങ്കിൽ പ്രാഥമിക ശില, അടിസ്ഥാന ശില എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു പേര് കൂടെയുണ്ട്, അഗ്നിപർവ്വത ജന്യശില എന്നും ഇത് അറിയപ്പെടും. ആഗ്നേയശില അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അഗ്നിപർവ്വത ജന്യശില എന്നും അറിയപ്പെടും. അഗ്നിപർവ്വത ജന്യശില. നമ്മുടെ റോക്കിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റോക്ക് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്നേയശിലകളെ പറയാം. കാരണം എല്ലാത്തിന്റെയും ആദ്യത്തെ രൂപമായിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാം? ആഗ്നേയശിലകളെ കൺസിഡർ ചെയ്യാം.
അതായത് ഈ ആഗ്നേയശിലകൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ മാഗ്മ, ലാവ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്? ഈ ആഗ്നേയശിലകൾ രൂപം കൊള്ളുന്നത്. എന്താണ് മാഗ്മയും ലാവയും തമ്മിലുള്ള വ്യത്യാസം? എന്തായിരിക്കും മാഗ്മയും ലാവയും? നമ്മൾ ലാവയൊക്കെ കേൾക്കാറുണ്ട്. ഇത് വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ വരുമ്പോൾ ലാവ ദാ പൊട്ടി വരുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പലപ്പോഴും കേൾക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ യൂട്യൂബിൽ അതിന്റെ കുറെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അതുപോലെ ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട്, വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഈ മാഗ്മയും ലാവയും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, ലിക്വിഡ് ആയിരിക്കും ലാവ. ആ പുറത്തേക്ക് ലാവ വരുന്ന ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, അത് ഘനീഭവിച്ചുണ്ടാകുന്നതാണ് മാഗ്മ. മാഗ്മ. ഓക്കെ, പക്ഷെ ഒരു കാര്യം കൂടെ പറയാം. മാഗ്മ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉള്ളിലായിരിക്കുന്ന സമയത്ത് അതിന് നമ്മൾ പറയുന്ന പേരാണ് മാഗ്മ. ഭൂമിയുടെ ഉള്ളിൽ അത് തണുത്തുറച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്മ എന്ന് പറയുന്നത്. അതായത് ഇതൊരു റോക്ക് സിസ്റ്റം ആണെങ്കിൽ ഇതിനകത്ത് ഇപ്പോ ഇരിക്കുന്ന സാധനത്തെ നമുക്ക് മാഗ്മ എന്ന് പറയാം. മാഗ്മ ഇത് പൊട്ടി പുറത്ത് വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാഗ്മയും ലാവയും തമ്മിലുള്ള വ്യത്യാസം എത്രയേ ഉള്ളൂ. മാഗ്മ എന്ന് പറയുമ്പോൾ അത് ഇൻസൈഡിലാണ് ഇരിക്കുന്നത്, തിരിച്ചത് പുറത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിന് എന്തെന്ന് പറയാം? ലാവ എന്ന് പറയാം. ലാവ. ഓക്കെ, ഈ മാഗ്മയും ഈ ലാവയൊക്കെ തണുത്തുറച്ചാണ് പലപ്പോഴും നമ്മുടെ ശിലകളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതെ വിഷ്ണു പറഞ്ഞു, ഓക്കെ ഓക്കെ ഓക്കെ, അത് തന്നെയാണ്. അതായത് ഈ അല്ലെങ്കിൽ ഈ ഒരു മാഗ്മയും ലാവയും തമ്മിലുള്ള വ്യത്യാസം ഇത്രേ ഉള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കും. ഇനി ഇതിലെ കാര്യം ഇത്രേ ഉള്ളൂ, നമ്മുടെ ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് രൂപം കൊണ്ടിരിക്കുന്നത് ഈ മാഗ്മയിൽ നിന്നും ഈ ഒരു ലാവയിൽ നിന്നുമൊക്കെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അതായത് ഈ മാഗ്മ, അതായത് ഭൂമിയുടെ ഉള്ളിലിരിക്കുന്ന ഈ മാഗ്മ അവിടെ ഇരുന്ന് തണുത്ത് ഉറച്ച് എന്താകുന്നു? കല്ലുകളായിട്ട് മാറപ്പെടാറുണ്ട്. അത് ഒരു തരം കല്ലുകൾ എന്ന് പറയാം. ഇനി മറ്റു ടൈപ്പ് കല്ലുകളുണ്ട്. ഈ മാഗ്മ പൊട്ടിത്തെറിച്ച് പുറത്തു വന്ന് അത് തിരിച്ച് പുറത്തോടെയൊക്കെ ഒഴുകി നടന്ന് അത് പിന്നീട് എന്താകുന്നുണ്ട്? ആ പുറത്തു വരുന്നതിനെ നമ്മൾ ലാവ എന്ന് പറഞ്ഞു. ആ ലാവ പിന്നീട് തണുത്തുറച്ച് എന്തായിട്ട് മാറും? കല്ലുകളായിട്ട് മാറും. അങ്ങനെയും ശിലകൾ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലും ശിലകൾ, മാഗ്മയിൽ നിന്നും ശിലകൾ ഉണ്ടാകും, ലാവയിൽ നിന്നും ശിലകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോ അതായത് നിങ്ങളിതാ ഈ കാണുന്നത് നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റ് ആണെങ്കിൽ ഇവിടെ അസ്തനോസ്ഫിയർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ക്രസ്റ്റിന്റെ തൊട്ട് താഴെയുള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അസ്തനോസ്ഫിയറിലാണ്, ഇവിടെയാണ് എന്ത് കാണപ്പെടുന്നത്? മാഗ്മയൊക്കെ കാണപ്പെടുന്നത്, ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്താണ് മാഗ്മ കാണപ്പെടുന്നത്. ഭൂമിയുടെ ഇടയിലുള്ള ഈ വിള്ളലുകളിലൂടെ, ഇവിടെ എന്തെങ്കിലും ഒരു വിള്ളൽ ഉണ്ടെന്ന് വെച്ചോ, ഈ വിള്ളലിന്റെ ഇടയിലൂടെയാണ് എന്ത് വരുന്നത്? ഈ മാഗ്മ പുറത്തോട്ട് വരുന്നത്. ഇത് പുറത്ത് എന്തായിട്ട് മാറും? ലാവയായിട്ട് പുറത്ത് ഒഴുകും. അപ്പൊ ഇതും ഇവിടെ തണുത്തുറയ്ക്കാം, ഈ മാഗ്മ ഉള്ളിലിരുന്നും തണുത്തുറയ്ക്കാം. മാഗ്മ ഉള്ളിലിരുന്ന് തണുത്തുറയ്ക്കുന്നത് കൊണ്ട് തന്നെ അതൊരു സ്ലോ പ്രോസസ്സാണ്. വളരെ ക്രമേണയായിട്ട് പതുക്കെ 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 നടക്കുന്ന ഒരു സാധനമാണ് മാഗ്മ തണുത്തുറച്ചൊരു ശിലയായിട്ട് മാറുന്നത്. എന്നാൽ പുറത്തു വരുന്ന ലാവ പെട്ടെന്ന് തണുത്തുറച്ച് കല്ലായിട്ട് മാറും, അല്ലെങ്കിൽ ശിലകളായിട്ട് മാറും. ഓക്കെ, ഈ മാഗ്മയുടെ തന്നെ മറ്റൊരു പ്രത്യേകത ഇത്രയേ ഉള്ളൂ, അത് വളരെ പതുക്കെ തണുത്തുറയ്ക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ തരികൾ വളരെ കൂടുതലായിരിക്കും. പക്ഷേ നമ്മുടെ ലാവ തണുത്തുറയുന്നത് വളരെ പെട്ടെന്നാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിലെ തരികളുടെ എണ്ണം വളരെ കുറവുമാണ്. ഓക്കെ, അപ്പോൾ മാഗ്മയും ലാവയും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. മാഗ്മ എന്ന് പറയുമ്പോഴേക്കും ഭൂമിയുടെ ഉള്ളിൽ വെച്ച് അത് തണുത്തുറയ്ക്കുമ്പോഴേക്കും അതൊരു സ്ലോ പ്രോസസ്സിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ തരികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. പക്ഷേ ലാവ എന്ന് പറയുന്നത് പുറത്തു വരികയാണ്, അത് പെട്ടെന്ന് തണുത്തുറച്ച് ശിലയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അവിടെ തരികളുടെ അളവ് വളരെ കുറവുമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് തരികൾ. തരികൾ എന്ന് പറയുമ്പോൾ അത് കൂടിച്ചേരുന്ന അവസ്ഥയാണ്. ചെറിയ ചെറിയ തരികളില്ലേ, അതുപോലെ വലിയ വലിയ തരികളില്ലേ. ഇപ്പം ചില സാധനം കൂടിച്ചേർന്ന് വലിയ രൂപത്തിലാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ തരികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. ഈ മാഗ്മ എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സിലാണ് നടക്കുന്നത്, ലാവ എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് പ്രോസസ്സിലാണ് അത് ശിലയായിട്ട് മാറുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ഭൂവൽക്കം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂവൽക്കത്തിന്റെ ഏകദേശം 2/3 എന്ന് പറയുന്നതും കാണപ്പെടുന്നത് എന്ത് ടൈപ്പ് ശിലകളാണ്? ഈ ആഗ്നേയ ശിലകളാണ് 2/3 ഓഫ് ദി എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഭൂവൽക്കത്തിന്റെ 2/3 ഭാഗവും കാണപ്പെടുന്നത് ഏത് ടൈപ്പ് ശിലകളാണ്? ആഗ്നേയ ശിലകളാണ് നമ്മുടെ ഭൂമിയുടെ 2/3 ഭാഗവും എന്ന് പറയുന്നത്. ഇതില് ഈ ഇഗ്നിയസ് എന്ന് പറയുന്ന പദം, അല്ലെങ്കിൽ ആഗ്നേയ ശിലകളിലെ ഈ ഇഗ്നിയസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആർക്കെങ്കിലും അറിയാമോ? ഇതൊരു ലാറ്റിൻ വേർഡാണ്, ഇഗ്നിയസ് എന്ന് പറയുന്ന പദം. നമ്മൾ
നമ്മുടെ മാഗ്മയും ലാവയായിട്ടൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഊഹിച്ച് പറയാം. തീ എന്നാണ് അർത്ഥം. ഈ ഒരു ഇഗ്നിയസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഫയർ, അഗ്നി. അതെ, ഫയർ, അഗ്നി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഈ ഇഗ്നിയസ് എന്ന് പറയുന്നത് തീ എന്നാണ് അർത്ഥം. അത് ഒരു ലാറ്റിൻ വേർഡാണ് ഇഗ്നിയസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ഇത് കാണപ്പെടുന്നത് ഇവിടെ അല്ലെങ്കിൽ ഇവിടെയുള്ള അസ്തനോസ്ഫിയറിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ അസ്തനോസ്ഫിയറിൽ ഇത് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ അസ്തനോസ്ഫിയർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അസ്തനോസ്ഫിയർ എന്താണെന്ന് പറഞ്ഞു? ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയുള്ള ദ്രാവക അവസ്ഥയിലുള്ള പാളിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതെന്ന് പറഞ്ഞു? ഈ ഒരു അസ്തനോസ്ഫിയർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഇത് അർദ്ധദ്രാവക അവസ്ഥയിലാണ്, അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, ഒരു ഓർഗാനിസമോ ഒരു ജീവികളോ ഒന്നും അവിടെ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആഗ്നേയ ശിലകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, നമുക്ക് ഒരു ഫോസിൽസും കാണാൻ സാധിക്കാത്ത ഒരു ശിലയാണ് ആഗ്നേയ ശില എന്ന് പറയുന്നത്. ഒരു ഫോസിലുകളും ഒരു അസ്ഥികൂടവും ഒന്നും കാണാൻ സാധിക്കാത്ത ഒരു ശിലയാണ് ആഗ്നേയ ശിലകൾ. എന്തുകൊണ്ടാണ് അതിൽ ഫോസിൽസ് ഒന്നും കാണപ്പെടാത്തതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ അതിനുള്ള റീസണാണ് ഞാൻ പറഞ്ഞത്. ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? അസ്തനോസ്ഫിയറിലാണ്. അസ്തനോസ്ഫിയറിലെല്ലാം അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ എന്തില്ല, ജീവികളോ അങ്ങനെ മറ്റു ജീവജാലങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് കാണപ്പെടത്തില്ല? ഫോസിൽസും കാണപ്പെടത്തില്ല. ഇതാണ് നമ്മുടെ ആഗ്നേയ ശിലകളുടെ മറ്റൊരു പ്രത്യേകത. ഇനി ആഗ്നേയ ശിലകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ലോഹ അയിരുകളുടെ ഒരു മുഖ്യ ഉറവിടം കൂടിയാണ് നമ്മുടെ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ആഗ്നേയ ശിലകൾ എന്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് ഓറാണ് അല്ലെങ്കിൽ അയിരാണെന്ന് ചോദിച്ചാൽ, ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് എന്തെന്ന് പറയുന്നത്? ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇവിടെ കാണപ്പെടുന്ന ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഈ എഴുതിയിരിക്കുന്ന ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഈ ഗ്രാനൈറ്റും ബസാൾട്ടും അതുപോലെ ഡോളമൈറ്റ് ഉണ്ട്. ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളമൈറ്റ്. നിങ്ങൾ എക്സാമ്പിൾ ഒന്ന് എഴുതിയെടുത്തോ. എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് റോക്കാണ് ആഗ്നേയ ശില? ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം പേരുകളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഏതൊക്കെയാണ്? ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ആഗ്നേയ ശിലയാണ്. ബസാൾട്ട് എന്ന് പറയുന്നത് ആഗ്നേയ ശിലയാണ്. അതുപോലെ ഡോളമൈറ്റ് എന്ന് പറയുന്നത് ഒരു ആഗ്നേയ ശിലയാണ്. അതുപോലെ ബാത്തോലിത്ത് എന്ന് പറയുന്നതും ഒരു തരം ആഗ്നേയ ശിലയാണ്. ബാത്തോലിത്ത്, BATHOLITH, ബാത്തോലിത്ത്. അതുപോലെ ലാക്കോലിത്തും ഉണ്ട്. ലാക്കോലിത്തും ഉണ്ട്. LACCOLITH, ലാക്കോലിത്ത്. ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, ബാത്തോലിത്ത്, ലാക്കോലിത്ത്. പിന്നെ ഡൈക്ക് എന്ന് പറയും, DOIKE, ഡൈക്ക്. ഓക്കെ, ഇത്രയാണ് ആഗ്നേയ ശിലകളുടെ എക്സാമ്പിൾസ്. ഓക്കെ, ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, ബാത്തോലിത്ത്, ലാക്കോലിത്ത്, ഡൈക്ക്. ഒന്നുകൂടെ പറയാം: ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളോമൈറ്റ്, ബാത്തോലിത്ത്, ലാക്കോലിത്ത്, ലൈക്ക്. അതെ, പ്രീവിയസ് ക്വസ്റ്റ്യനിലുണ്ട് സീമ. ഞാൻ ഒരുപാട്. സ്പെല്ലിംഗ് എന്താ? ഏതിന്റെ സ്പെല്ലിംഗ് ഇടാ? ലാസ്റ്റിൽ പറഞ്ഞ ലാക്കോലിത്ത് കഴിഞ്ഞിട്ട് ഡൈക്ക്, DOIKE. ഭാരത്തെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളോമൈറ്റ്, DOLOMITE, ഡോളമൈറ്റ്, ബാത്തോലിത്ത്, ലാക്കോലിത്ത്, LACCO, ലാക്കോലിത്ത്, LITH. അത്രേ ഉള്ളൂ. ജയകൃഷ്ണൻ പറഞ്ഞു ലാക്കോലിത്ത്, ബാത്തോലിത്ത്, ഡോളമൈറ്റ്, ഡൈക്ക്. ഓക്കെ, ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാരണം ചിലപ്പോൾ PSC ചോദിക്കുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ടഫായിട്ട് ചോദിക്കണമെന്ന് തോന്നിയാൽ അവർക്ക് ചോദിക്കാം, ബാത്തോലിത്ത് എന്ന് പറയുന്നത് ഏത് തരം ശിലയാണ്? ആഗ്നേയ ശിലയാണോ, അവസാദ ശിലയാണോ, കായാന്തരിത ശിലയാണോ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, ഈ ആഗ്നേയ ശിലകളെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ആഗ്നേയ ശിലകളെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നിനെ നമ്മൾ പറയുന്ന പേരാണ് അന്തർവേദശില എന്ന് പറയും. അന്തർവേദശില. ഇംഗ്ലീഷിൽ അതിനെ ഇൻട്രൂസീവ് റോക്ക് എന്നാണ് പറയുന്നത്. ഇൻട്രൂസീവ് റോക്ക്. മലയാളത്തിൽ നമ്മൾ പറയുന്ന പേര് അന്തർവേദശില.
അപ്പം ആഗ്നേയശിലകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഇൻട്രൂസീവ് റോക്ക് ആണ്. ഇൻട്രൂസീവ് റോക്ക് മലയാളത്തിൽ നമ്മൾ പറയുന്ന പേര് അന്തർവേദ ശില എന്ന് പറയും. അന്തർവേദ ശില. ഓക്കെ, അപ്പൊ ഇൻട്രൂസീവ് റോക്കും അന്തർവേദ ശിലയും. അപ്പം ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇൻട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ അന്തർവേദ ശില അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത വേറെ ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ മാഗ്മ ഉള്ളിലുള്ള ഭാഗമാണെന്ന്. ഈ ഉള്ളിലിരുന്ന മാഗ്മ തണുത്ത് കട്ടിയായി ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ ഇൻട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ അകത്തല്ലേ ഉള്ളത്. സോ അന്തർവേദശില. നിങ്ങൾക്ക് ആ പേര് കിട്ടിയ ഇനി സുഖമായിട്ട് പറഞ്ഞൂടെ, അന്തർവേദശില. അപ്പൊ എന്താണ്, ഭൂമിയുടെ അന്തരത്തിലുള്ളതാണ്, അതായത് ഉള്ളിലുള്ളതാണ്. ഉള്ളിലുള്ളതെന്ന് പറയുമ്പോൾ ഏതാണ്, മാഗ്മയാണ് ഉള്ളിലുള്ളത്. പുറത്തുള്ളത് എന്താണ്, ലാവയാണ് പുറത്തുള്ളത്. ഓക്കെ അല്ലേ. അപ്പം അന്തർവേദശില അല്ലെങ്കിൽ ഇൻട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്ക്. പ്ലൂട്ടോ എന്ന് പറയുമ്പോൾ എന്താണ്, ഉള്ളിൽ പാതാളം അതിൽ ഉദ്ദേശിക്കുന്നത് പാതാളം പോലെയാണ് നമ്മൾ പ്ലൂട്ടോ എന്ന് പറയുമ്പോൾ. സോ പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഭൂമിയുടെ ഉള്ളിലുള്ള റോക്ക്. അപ്പം ഉൾഭാഗത്തിരുന്ന് മാഗ്മ തണുത്തുറച്ച് കട്ടിയായി ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ പ്ലൂട്ടോണിക് റോക്ക് അല്ലെങ്കിൽ ഇൻട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ അന്തർവേദ ശില എന്നൊക്കെ പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഗ്രാനൈറ്റും ബാത്തോലിത്തും ലാക്കോലിത്തും ഡൈക്കും ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്, ഈ പ്ലൂട്ടോണിക് റോക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രൂസീവ് റോക്കിന് എക്സാമ്പിൾ ആണ് ഈ ഗ്രാനൈറ്റും ബാത്തോലിത്തും ലാക്കോലിത്തും ഡൈക്കും ഒക്കെ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇൻട്രൂസീവ് റോക്കിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ അന്തർവേദ ശിലയ്ക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഗ്രാനൈറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, ആർക്കെങ്കിലും അറിയാമോ ഗ്രാനൈറ്റ് മറ്റൊരു പേര്? കേട്ടില്ല എന്തുകൂടെ? സർ, ഈ ഗ്രാനൈറ്റ് നമ്മൾ ഫ്ലോറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റ് തന്നെയല്ലേ? അതെ, അതൊരു റോക്കാണ്. നമ്മൾ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റ് ഒരു റോക്കാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയത്തില്ലേ ഗ്രാനൈറ്റ് വീട്ടിലിടുമ്പോൾ നമുക്കതിന് അതിന്റെ അറ്റമൊക്കെ ഉരുട്ടിയെടുക്കാമെന്ന് പറയും. നമ്മൾ ടൈലുകളും ഗ്രാനൈറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോഴത്തെ ടൈലൊക്കെ മോഡേൺ ടൈലൊക്കെ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ പഴയ ടൈലൊന്നും നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല, അതിന്റെ അറ്റങ്ങളൊന്നും. കാരണം എന്താണ്, അതിന്റെ പുറത്ത് മാത്രമേ ടൈലിന്റെ പുറത്ത് മാത്രമേ ഒരു കോട്ടിംഗ് ഒക്കെ വരുള്ളൂ. ഉള്ളിൽ എന്താണ്, വെറും സിമെന്റ് ആണ്. എന്നാൽ നമ്മുടെ ഗ്രാനൈറ്റ് അങ്ങനെയല്ല, നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് പോയാലും എന്ത് തന്നെയാണ്, അതേ ഫിനിഷിംഗ് തന്നെ നമുക്ക് കിട്ടും. അതാണ് ഗ്രാനൈറ്റിന്റെ ഒരു പ്രത്യേകത. ശില്പങ്ങളൊക്കെ ഗ്രാനൈറ്റിൽ ഉണ്ടാക്കൂലേ, ഉരുട്ടിയെടുത്തിട്ട്? ാണ് നമ്മൾ ഈ കാണുന്ന ഗ്രാനൈറ്റ് ആയിട്ട് അത് മാറുന്നത്. അതെ വിഷ്ണു. അപ്പം ഇത് മനസ്സിലായല്ലോ എന്താണ് പ്ലൂട്ടോണിക് റോക്ക് അല്ലെങ്കിൽ ഇൻട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ അന്തർവേദ ശില എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ ആഗ്നേയ ശിലകളെ രണ്ടായി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഡിവിഷനാണ് ഞാൻ പറഞ്ഞ പ്ലൂട്ടോണിക് റോക്ക് അല്ലെങ്കിൽ ഇൻട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ അന്തർവേദ ശില എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് എക്സ്ട്രൂസീവ് റോക്ക്. എടാ, ഗ്രാനൈറ്റിന്റെ മറ്റൊരു പേരാണ് പാതാളശില. ഞാനത് പറഞ്ഞില്ല. ഗ്രാനൈറ്റിന്റെ മറ്റൊരു പേരാണ് പാതാളശില എന്നറിയപ്പെടുന്നത് ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പാതാളശില. അതായത് പാതാള ദേവനാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതി അനുസരിച്ചിട്ടാണ് ഈ ഗ്രാനൈറ്റിന് പാതാള ദേവന്റെ പേരോർക്കാൻ വേണ്ടിയിട്ട് പാതാളശില എന്ന് പേര് കൊടുത്തത്. ഓക്കെ അല്ലേ. അപ്പൊ ഗ്രാനൈറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ചോദിച്ചാൽ അത് പാതാളശിലയാണ്. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്തിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു ആഗ്നേയ ശിലകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഡിവിഷനാണ് ഇൻട്രൂസീവ് റോക്ക്, അന്തർവേദ ശില. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്ക്. മലയാളത്തിൽ നമ്മൾ പറയും ബാഹ്യജാതശിലകൾ എന്ന് പറയും. ഓക്കെ, ബാഹ്യജാതശിലകൾ അല്ലെങ്കിൽ വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്ക്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പേരെന്ന് ചോദിച്ചാൽ എക്സ്ട്രൂസീവ് റോക്ക് എന്ന് പറയുന്നത് ഏതാണ്, അല്ലെങ്കിൽ വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ ബാഹ്യജാത ശിലകൾ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഇതിന്റെ പ്രത്യേകത വേറൊന്നുമല്ല, ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് ലാവ തണുത്തുറച്ച് കട്ടിയാകുന്ന കല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത്. ഹലോ, എക്സ്ക്ലൂസീവ് അല്ല, എക്സ്ട്രൂസീവ്. EXTRUSIVE.
എക്സ്ട്രൂസീവ് ആണേ, എക്സ്ട്രൂസീവ്. EXTR എക്സ്ട്രൂസീവ്. അതെ അതെ അതെ, എക്സ്ട്രൂസീവ്. അപ്പൊ ഇൻട്രൂസീവ് റോക്കും എക്സ്ട്രൂസീവ് റോക്കും, ഇൻട്രൂസീവ് എന്ന് വെച്ചാൽ അന്തർവേദ ശില എന്നും എക്സ്ട്രൂസീവ് എന്ന് പറയുമ്പോഴേക്കും അത് ബാഹ്യജാത ശില എന്ന് പറയും. ഈ ഇൻട്രൂസീവ് റോക്ക് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഉൾഭാഗത്തുള്ള മാഗ്മ തണുത്തുറച്ച് കട്ടിയായി ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലൂട്ടോണിക് റോക്ക് അല്ലെങ്കിൽ ഇൻട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ അന്തർവേദ ശില എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഗ്രാനൈറ്റും ബാത്തോലിത്തും ലാക്കോലിത്തും ഡൈക്കും ഈ പറയുന്ന ഡൈക്ക് എന്നൊക്കെ പറയുന്നത്. എന്നാൽ വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ബസാൾട്ട്, അതുപോലെ തന്നെ ആന്റിസൈൽ എന്ന് പറയുന്ന സാധനമുണ്ട്, അതുപോലെ റയോലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതെല്ലാം ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് ലാവ തണുത്തുറച്ച് കട്ടിയാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്ട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ ബാഹ്യജാത ശിലകൾ അല്ലെങ്കിൽ വോൾക്കാനിക് റോക്ക് എന്ന് പറയുന്നത്. ബസാൾട്ട്, റയോലൈറ്റ്, ആന്റിസൈൽ എന്നൊക്കെ പറയുന്നത് ഈ ഒരു എക്സ്ട്രൂസീവ് റോക്സിന് എക്സാമ്പിൾ ആണ്. ബസാൾട്ട്, റയോലൈറ്റ്, ആന്റിസൈൽ, ANTYSILE, ആന്റിസൈൽ. ഓക്കെ, ഇതാണ് രണ്ട് രീതിയിലുള്ള ആഗ്നേയശിലകളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതില് ഈ ഒരു വോൾക്കാനിക് റോക്സ് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്സ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്ന്. ജാർഖണ്ഡിലുള്ള രാജ്മഹൽ കുന്നും അതുപോലെ ഡെക്കാൻ ട്രാപ്പിലൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഈ ഒരു ബാഹ്യജാത ശിലകൾ അല്ലെങ്കിൽ വോൾക്കാനിക് റോക്സ് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയിൽ എവിടെയാണ് വോൾക്കാനിക് റോക്സ് അല്ലെങ്കിൽ ബാഹ്യജാത ശിലകൾ ഏറ്റവും കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ എവിടെയാണ്, ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നിലും അതുപോലെ തന്നെ ഡെക്കാൻ ട്രാപ്പിലൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വോൾക്കാനിക് റോക്സ്. അതെ അതെ വിഷ്ണു, അതാ പറയാൻ പറ്റുന്നത്. അതായത് ഈ വോൾക്കാനിക് റോക്സ് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്സ് ആണ് എന്തായിട്ട് അതിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ ബസാൾട്ട് എന്ന് പറയുന്നത്. ഈ ബസാൾട്ടിന് അപക്ഷയം സംഭവിച്ച് അല്ലെങ്കിൽ ബസാൾട്ട് പൊടിഞ്ഞു ഉണ്ടാകുന്ന ഒരു തരം മണ്ണാണ് എന്ത് പറയുന്നത്, നമ്മുടെ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ സോയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്ന ഭാഗവും ഒക്കെ ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണെന്ന് നമുക്ക് പറയാം, ഈ ബാഹ്യജാത ശിലകളിലാണെന്ന് പറയാം, അല്ലെങ്കിൽ വോൾക്കാനിക് റോക്സിലാണെന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്സിലാണെന്ന് പറയാം. ഓക്കെ അല്ലേ, എക്സ്ട്രൂസീവ് റോക്സ് അല്ലെങ്കിൽ വോൾക്കാനിക് റോക്സ് അല്ലെങ്കിൽ ബാഹ്യജാത ശിലകൾ. ഇതിൽ പെടുന്ന ഒന്നാണ് നമ്മുടെ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ്. ബസാൾട്ടിന് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്ക് ബാഹ്യജാത ശിലകളൊക്കെ ഇതിലാണ് ഉൾപ്പെടുത്തുന്നത്. എക്സാമ്പിൾ ചോദിച്ചാൽ ബസാൾട്ട്, റയോലൈറ്റ്, ആന്റിസൈൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നിലും ഡെക്കാൻ ട്രാപ്പിലൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇത്രയാണ് ആഗ്നേയ ശിലകളെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ആഗ്നേയ ശിലകളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും മറക്കരുത്. ആഗ്നേയ ശിലകളുടെ ക്ലാസിഫിക്കേഷൻ, ആഗ്നേയ ശിലകളുടെ പല പേരുകൾ പറഞ്ഞു. ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പ്രതിർശില, അടിസ്ഥാന ശില, അഗ്നിപർവ്വത ജന്യശില എന്നൊക്കെ അറിയപ്പെടുമെന്ന് പറഞ്ഞു. മാഗ്മയും ലാവയും തണുത്ത് കട്ടിയായി ഉണ്ടാകുന്ന ശിലാരൂപങ്ങളാണെന്ന് പറഞ്ഞു. മാഗ്മ തണുത്തുറച്ച് അത് ഭൂമിയുടെ ഉള്ളിൽ വെച്ചാണ് തണുത്തുറയ്ക്കുന്നത്. അങ്ങനെ ഉള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുമെന്ന് പറഞ്ഞു, അതിനെ നമ്മൾ അന്തർവേദ ശില എന്ന് പറയും. എന്നാൽ പുറത്തുള്ള ലാവ തണുത്തുറച്ച് പുറത്താകുന്നത് അതിനെ നമ്മൾ എന്തെന്ന് പറയുമെന്ന് പറഞ്ഞു, വോൾക്കാനിക് റോക്സ് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്സ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബാഹ്യജാത ശിലകൾ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ലോഹ അയിരുകളുടെയൊക്കെ മുഖ്യ ഉറവിടമാണെന്ന് പറഞ്ഞു. ഫോസിൽ ഇല്ലാത്ത ശിലകളാണെന്ന് പറഞ്ഞു. ഭൂവൽക്കത്തിന്റെ 2/3 ഭാഗം കവർ ചെയ്യുന്നതും എന്തിലാണെന്ന് പറഞ്ഞു, ഈ ഒരു ആഗ്നേയ ശിലകളിലാണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ, അപ്പൊ അടുത്തതിലോട്ട് പോവാലോ. അടുത്ത ശിലയാണ് എന്തെന്ന് പറയുന്നത്, അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. സെഡിമെന്ററി റോക്സ്. ഓക്കെ, ഈ അവസാദ ശിലകൾ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് സെഡിമെന്ററി റോക്സ്. അതായത് നദികളിലോ അരുവികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തടാകങ്ങളിലോ ഈ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹിമാനികളിലോ അവിടെയൊക്കെ അടിഞ്ഞുകൂടുന്ന അവസാദങ്ങൾ കാരണം ഉണ്ടാകപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ശിലകള് ക്ഷയിച്ച് പൊടിയുന്ന അവസ്ഥയിൽ വരുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെഡിമെന്ററി റോക്സ്. ഇതൊരു സൈക്ലിക് പ്രോസസ് പോലെ വരും. ആഗ്നേയ ശിലകളുടെ കണ്ടിന്യൂഷൻ പോലെ വരുന്ന ഒന്നാണ് അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നദികളിലോ അരുവികളിലോ അല്ലെങ്കിൽ തടാകങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിമാനികളിലോ അവസാദങ്ങളെല്ലാം അടിഞ്ഞുകൂടി ഉണ്ടാക്കപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും
നമ്മുടെ വെതറിങ്ങും അതുപോലെ തന്നെ ഇറോഷനും അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് പ്രധാനമായിട്ടും അവസാദ ശിലകളൊക്കെ രൂപപ്പെടുന്നത്. ഓക്കെ, ഇത് കാണപ്പെടുന്നത് പല പാളികളായിട്ടോ അല്ലെങ്കിൽ അടുക്കുകളായിട്ടോ ഒക്കെയാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവസാദ ശിലകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അടുക്കുശിലകൾ എന്ന് പറയും, അല്ലെങ്കിൽ അടരുശില എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോ അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അടുക്കുശിലകൾ എന്നറിയപ്പെടും, അതുപോലെ തന്നെ അടരുശില എന്നും അറിയപ്പെടും. അടരുശില എന്നും ഏതറിയപ്പെടും? നമ്മുടെ സെഡിമെന്ററി റോക്സ് അല്ലെങ്കിൽ അവസാദ ശിലകൾ അറിയപ്പെടും. ഓക്കെ, പാളികളായിട്ട് രൂപപ്പെടുന്ന ശിലകളാണ് അടുക്കുശിലകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അടരുശില എന്ന് പറയുന്ന ഈ ഒരു അവസാദ ശിലകൾ. അടുക്കുശിലകൾ നമ്മൾ ഇംഗ്ലീഷിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നൊക്കെ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നാണ് അടുക്കുശിലകളെ പറയാറുള്ളത്. നമ്മൾ നേരത്തെ ആഗ്നേയ ശിലകൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. ആഗ്നേയ ശിലകളിൽ നമുക്ക് ഫോസിലുകളൊന്നും കാണാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഫോസിലുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു റോക്കാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ അവസാദ ശിലകൾ, അല്ലെങ്കിൽ ഈ സെഡിമെന്ററി റോക്സിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഫോസിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ ഫോസിൽസ് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഫോസിലുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് ശിലയാണ്? നമ്മുടെ ഈ ഒരു അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സിലാണ് നമുക്ക് അത് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഫോസിലുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് അവസാദ ശിലകളാണ്. ഓക്കെ ഓക്കെ അതുപോലെ പെട്രോളിയവും കൽക്കരിയും ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നതും ഈ ഒരു അവസാദ ശിലകളിൽ നിന്നാണ്. സോയിലിന്റെ ഫെർട്ടിലിറ്റിയെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മളിതിപ്പോ റോക്ക് സിസ്റ്റം അല്ലേ പറയുന്നത്, സോയിലിലോട്ട് നമ്മൾ കടന്നില്ല. സോയിലാണ് നമ്മൾ പറയുന്നത്, പിന്നെ ഫെർട്ടിലിറ്റിയുടെ കാര്യവും മറ്റുമൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ സോയിൽ ഫെർട്ടിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അലൂവിയൽ സോയിലാണ് ഏറ്റവും നല്ല മണ്ണെന്ന് പറയുന്നത്. എന്നാൽ കറുത്ത മണ്ണ്, പല കൃഷികൾക്കും കറുത്ത മണ്ണ് നല്ലതാണ്. കറുത്ത മണ്ണ് നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്? ആദ്യം പറഞ്ഞ ആഗ്നേയ ശിലകളിൽ നിന്ന് ബസാൾട്ട് പൊടിഞ്ഞൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ മണ്ണുമായിട്ട് നമുക്കിപ്പോ ഇത് കമ്പയർ ചെയ്യണ്ട. മോസ്റ്റ് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ അലൂവിയൽ തന്നെയാണ്. ഓക്കെ, അപ്പം അവസാദ ശിലകളുടെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, പാളികളായിട്ട് രൂപപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അടുക്കുശില അല്ലെങ്കിൽ അടരുശില എന്നറിയപ്പെടും. ഫോസിലുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. പെട്രോളിയവും കൽക്കരിയും ഒക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് ഈ അവസാദ ശിലകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് അടുക്ക് ശിലകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അവസാദ ശിലകൾ കൊണ്ടാണ് നമ്മുടെ ഹിമാലയം ഒക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത് ഏത് ശിലകളാലാണെന്ന് ചോദിച്ചാൽ അവസാദ ശിലകളാണ്, അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് കൊണ്ടാണ് എന്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഹിമാലയം ഒക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹിമാലയം ഒക്കെ രൂപപ്പെട്ടിരിക്കുന്നത് ഏത് ശിലകൾ കൊണ്ടാണെന്ന് ചോദിച്ചാൽ ഏത് ശിലകൾ കൊണ്ടാണ്? നമ്മുടെ ഈ ഒരു അവസാദ ശിലകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് കൊണ്ടാണ് നമ്മുടെ ഹിമാലയം ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് സാൻഡ്സ്റ്റോണ്, ഷെയില് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. നമ്മുടെ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ഈ മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. മണൽക്കല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് സാൻഡ്സ്റ്റോൺ എന്ന് പറയും. അതുപോലെ ഷെയില്, അതെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? ഈ ഒരു അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. മണൽക്കല്ല് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വച്ചിരിക്കുക. ഇനി നമ്മുടെ ഇന്ത്യയിലെ നമുക്കറിയാം വിന്ധ്യ സത്പുര മലനിരകൾ നിങ്ങൾക്കറിയാം. ഇതിൽ വിന്ധ്യ റേഞ്ചിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ മധ്യ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ് ഈ വിന്ധ്യ റേഞ്ച് എന്ന് പറയുന്നത്. ഈ വിന്ധ്യ റേഞ്ചിൽ നമുക്ക് ഒരുപാട് ഈ സാൻഡ്സ്റ്റോൺ, അതായത് ഈ പറയുന്ന മണൽക്കല്ലും ചുണ്ണാമ്പ് കല്ലും ഒക്കെ ഒരുപാട് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു അവസാദ ശില, അല്ലെങ്കിൽ ഈ വിന്ധ്യൻ ഹൈ റേഞ്ചിൽ അല്ലെങ്കിൽ വിന്ധ്യൻ റേഞ്ചിൽ കാണപ്പെടുന്ന ഒരു തരം അവസാദ ശിലയാണ് ഷെയിൽ എന്ന് പറയും. SHALE, ഷെയിൽ. മലയാളത്തിൽ നമ്മൾ ഷെയിൽ എന്ന് തന്നെ പറയും, ഷെയിൽ. ഓക്കെ, അപ്പൊ ഷെയിൽ എവിടെ കാണപ്പെടുന്നതാണെന്ന് ചോദിച്ചാൽ ഷെയിൽ എവിടെ കാണപ്പെടും? നമ്മുടെ വിന്ധ്യ റേഞ്ചിലൊക്കെ കാണപ്പെടും. ഷെയിൽ എന്ത് തരം ശിലയാണെന്ന് ചോദിച്ചാൽ അതൊരു അവസാദ ശിലയാണ്. SHALE, ഷെയിൽ. ഷെയിൽ എന്ന് പറയുന്നത് എന്ത് തരം കല്ലാണ്, അല്ലെങ്കിൽ എന്ത് തരം റോക്കാണെന്ന് ചോദിച്ചാൽ ഷെയിൽ എന്ന് പറയുന്നത് എന്ത് തരം റോക്കാണ്? അതൊരു അവസാദ ശിലയാണ്. വിന്ധ്യൻ ഹൈലാൻഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു അവസാദ ശിലകളെയാണ്. സാൻഡ്സ്റ്റോണും മണൽക്കല്ലും ചുണ്ണാമ്പ് കല്ലും ഷെയിലും ഒക്കെ ഒരുപാട് നമുക്ക് വിന്ധ്യ റേഞ്ചിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവസാദ ശിലകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം ഇന്ത്യയിലുള്ളതാണ് നമ്മുടെ ദാമോദർ, മഹാനദി, ഗോദാവരി. ഈ നദികളുടെ ഒക്കെ തീരത്ത്
നമുക്ക് ഒരുപാട് കോൾ ഡെപ്പോസിറ്റുകളുണ്ട്. ഈ കോൾ ഡെപ്പോസിറ്റുകളൊക്കെ ഉണ്ടായതും ഈ ഒരു അവസാദ ശിലകളുടെ ഭാഗമായിട്ടാണ്. ഗോദാവരി, മഹാനദി, ദാമോദർ ഈ പറയുന്ന നദികളുടെയൊക്കെ തീരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന കോൾ ഡെപ്പോസിറ്റ്സ് എന്തിൽ നിന്ന് രൂപപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന അവസാദ ശിലകളുടെ കാലാന്തരത്തിൽ നിന്നുണ്ടായവയാണ് അതെല്ലാം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചിരിക്കുക. നമ്മൾ പറഞ്ഞു കൽക്കരിയും പെട്രോളും ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഈ ഒരു അവസാദ ശിലകളിലാണെന്ന് പറഞ്ഞു. പെട്രോളിയം അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, ശിലാതൈലം എന്ന് പറയും. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു അവസാദ ശിലകൾക്ക് മറ്റൊരു എക്സാമ്പിൾ ആണ് ഷെയിൽ എന്ന് പറയുന്നത്. SHALE ഷെയിൽ. ഈ ഷെയിലിൽ അറിയപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്, 21-ാം നൂറ്റാണ്ടിന്റെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കുന്ന ശിലാഫലകങ്ങൾക്കിടയിലെ വാതക സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഷെയിലാണ്. 21-ാം നൂറ്റാണ്ടിന്റെ ഇന്ധനം എന്ന് ശിലാഫലകങ്ങൾക്കിടയിലെ വാതക സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ, ശിലാഫലകങ്ങൾക്കിടയിലെ വാതക സോഴ്സ് ഏതാണ് 21-ാം നൂറ്റാണ്ടിന്റെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഷെയിലാണ്. SHALE ഷെയിൽ. ആ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെച്ചിരിക്കുക. ഷെയിൽ അറിയപ്പെടുന്നത് 21-ാം നൂറ്റാണ്ടിന്റെ ഇന്ധനം. SHALE ഷെയിൽ. നമുക്ക് വിന്ധ്യാൻ റേഞ്ചിൽ കാണാൻ സാധിക്കടാ. വിന്ധ്യ റേഞ്ചിൽ വിന്ധ്യാൻ ഹൈലാൻഡ് എന്ന് പറയും. ഓക്കെ ജയകൃഷ്ണൻ. ഇത് വാതകമാണ് സാർ ശരി? ഏ വാതകമാണോ? ഷെയിൽ വാതകമല്ലടാ, ഷെയിൽ ഒരു റോക്ക് തന്നെയാണ്. അതിനെ നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്നേ പറയുന്നുള്ളൂ. വാതക സോഴ്സ് ആയിട്ട് നമുക്ക് അതിന് ഉപയോഗിക്കാം. ഓക്കെ, ഷെയിൽ എന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടിന്റെ ഇന്ധനമായിട്ട് വിശേഷിപ്പിക്കുന്ന ഒന്നാണ്. വാതകം പോലെ എടുക്കാം. ഈ ശിലകൾക്കാണ് പിന്നീട് പല രൂപമാറ്റം ഉണ്ടായിട്ട് നമ്മളിനി അടുത്ത് ഇത് പറയും. അതായത് അടുത്ത് നമുക്ക് ഒരു ശില, നമ്മുടെ കായാന്തരിത ശിലകൾ പഠിക്കാനുണ്ട്. കായാന്തരിത ശിലകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും. കാരണം ഈ ഷെയിലിന് ഓരോ മാറ്റങ്ങൾ സംഭവിച്ച് അത് വേറെ രൂപത്തിലേക്ക് മാറും. ഓക്കെ, അത് നമ്മൾ ഈ കായാന്തരിത ശില പഠിക്കുമ്പോൾ പറയും. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവസാദ ശിലകളിൽ ബേസ് ആയിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നദികളിലും അരുവികളിലും തടാകങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ അടിഞ്ഞുകൂടുന്ന ശിലകളെയാണ് നമ്മൾ അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഈ അവസാദ ശിലകൾ ഫോം ചെയ്യുന്നത് വെതറിങ്ങും അതുപോലെ ഇറോഷന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. നമ്മൾ ഈ വെതറിങ്ങും ഇറോഷന്റെയും ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന കല്ലുകളെ നമ്മൾ ഇംഗ്ലീഷിൽ ഡെനുഡേഷൻ എന്ന് പറയും. ഡെനുഡേഷൻ എന്ന് വെച്ചാൽ വെതറിങ്ങിന്റെയും ഇറോഷന്റെയും ഭാഗമായിട്ടുണ്ടാകുന്ന ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെനുഡേഷൻ എന്ന് പറയും. ഇത് പ്രധാനമായിട്ടും നമ്മുടെ അവസാദ ശില ഒഴുക്ക് വെള്ളം കാരണമാണ്, അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിന്റെ ഫലമായിട്ടാണ് കൂടുതലും അവസാദ ശിലകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസാദ ശിലകളുടെ മറ്റൊരു പേരൂടെ ഉണ്ട്, അതുകൂടെ ഓർത്ത് വെച്ചിരിക്കണം. ജലകൃത ശില എന്നറിയപ്പെടും. ജലകൃത ശില എന്നുകൂടി ഇത് അറിയപ്പെടും. കാരണം ജലത്തിന്റെ ഭാഗമായിട്ട് ഒഴുക്ക് വെള്ളം കൊണ്ടുവന്ന് ഡെപ്പോസിഷണൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് അവസാദ ശിലകൾ ഒരുപാട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജലകൃത ശില എന്ന് പറയും. ജലകൃത ശില. ഡെനുഡേഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ വെതറിങ് അതുപോലെ തന്നെ ഇറോഷൻ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു രൂപമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡെനുഡേഷൻ എന്ന് പറയുന്നത്. ശിലകൾക്ക് വെതറിങ്ങിന്റെയും ഇറോഷന്റെയും ഭാഗമായിട്ട് പല മാറ്റങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾക്ക് ഒഴുക്ക് വെള്ളം അതിന്റെ പുറത്തൂടെ ഒഴുകുന്നതോ അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്നതോ അല്ലെങ്കിൽ അതിൽ കാറ്റടിക്കുന്നതോ അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുന്തോറും അതിൽ നിന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതോ ഇങ്ങനെയൊക്കെ പൊടിഞ്ഞു പോയി പുതിയൊരു കല്ലുണ്ടാകുമ്പോൾ ആ ഒരു ഫോർമേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡെനുഡേഷൻ. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ്, ആ നടന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്നത് ഡെനുഡേഷൻ ആണ്. ഡെനുഡേഷൻ നടന്നതാണ്, അല്ലെങ്കിൽ ഡെനുഡേഷൻ എന്ന് വെച്ചാൽ വെതറിങ്ങും ഇറോഷനെയും കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്ന ഒന്നാണ്. ഓക്കെ, ഫോസിലുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. പെട്രോളിയവും കൽക്കരിയും കാണപ്പെടുന്നതാണെന്ന് പറഞ്ഞു. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് അവസാദ ശിലകൾ കൊണ്ടാണെന്ന് പറഞ്ഞു. അതുപോലെ മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, ഷെയില് എന്നൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? അവസാദ ശിലകൾക്ക് എക്സാമ്പിൾ ആണ്. വിന്ധ്യാൻ ഹൈലാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സാൻഡ്സ്റ്റോണും അതുപോലെ തന്നെ ഷെയിലും ലൈംസ്റ്റോൺ എന്നൊക്കെ പറയുന്ന സാധനം. മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, അതുപോലെ ഷെയിലൊക്കെ
അതുപോലെ ദാമോദര, മഹാനദി, ഗോദാവരി ഈ നദികളുടെയൊക്കെ തീരത്തിൽ നമുക്ക് കോൾ ഡെപ്പോസിറ്റ്സ് കാണാൻ സാധിക്കും. ഈ പറയുന്ന കോൾ ഡെപ്പോസിറ്റ്സും എന്തിന്റെ ഭാഗമാണ്? ഈ അവസാദ ശിലകളുടെ ഭാഗമാണ്. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോൾ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ 21-ാം നൂറ്റാണ്ടിന്റെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഷെയിലിനെയാണെന്ന് പറഞ്ഞു. ഷെയിൽ. ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട്. ഈ ഷെയിലുകൾക്ക് അല്ലെങ്കിൽ ഈ കല്ലുകൾക്ക് സംഭവിക്കുന്ന അപക്ഷയം അല്ലെങ്കിൽ വെതറിങ്. ഞാൻ നേരത്തെ പറഞ്ഞു വെതറിങ്ങും ഇറോഷനും ഒക്കെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ കല്ലുകൾക്കൊക്കെ സംഭവിക്കുന്ന അപക്ഷയം അല്ലെങ്കിൽ വെതറിങ്. അപക്ഷയം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതായത് ഓരോ കാലങ്ങൾ കഴിയും തോറും നമ്മുടെ ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞ് അല്ലെങ്കിൽ അതിനെ വിഭജിച്ച് അല്ലെങ്കിൽ അത് വിഘടിച്ച് പുതിയ പുതിയ കല്ലുകളായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ രൂപങ്ങളായിട്ടോ ഒക്കെ മാറപ്പെടുന്ന പ്രക്രിയയാണ് നമ്മൾ വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ. ഒരു കാലാന്തരത്തില് ശിലകൾ പൊട്ടിപ്പൊടിയുകയോ അല്ലെങ്കിൽ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപക്ഷയം അല്ലെങ്കിൽ വെതറിങ് എന്ന് പറയുന്നത്. വെതറിങ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് നമ്മൾ ഒരു സൈഡിൽ കൂടി നോക്കും. കാരണം വെതറിങ്ങിന്റെ ഭാഗമായിട്ടാണ് മണ്ണ് രൂപീകരിക്കുന്നത്. മണ്ണുണ്ടാകുന്നത് വെതറിങ് നടക്കുന്നത് കൊണ്ടാണ് മണ്ണുണ്ടാകുന്നത്. ശിലകളിലെ ധാതുക്കളൊക്കെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു വെതറിങ് നടക്കുന്നത് കൊണ്ടാണ്. ഖനന പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെ സഹായിക്കുന്നത് ഈ അപക്ഷയം അല്ലെങ്കിൽ വെതറിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പം ആ ഒരു കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ വെതറിങ് എന്ന് പറയുമ്പോൾ എന്താണ്? കാലാന്തരത്തിൽ അല്ലെങ്കിൽ ഓരോ കാലങ്ങൾ കഴിയുമ്പോൾ ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞ് വിഘടിക്കുകയോ അല്ലെങ്കിൽ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു അപക്ഷയം അല്ലെങ്കിൽ വെതറിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഭാവിയിലെ ഇന്ധനം എന്നല്ലേടാ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്ക് ഈ ഒരു വെതറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ അപക്ഷയം എന്ന പ്രോസസ്സ് പ്രധാനമായിട്ടും 3 രീതിയിൽ നടക്കാം. ഒന്ന് ഭൗതിക അപക്ഷയം എന്ന് പറയാം, മറ്റൊന്ന് രാസിക അപക്ഷയം എന്ന് പറയാം, അല്ലെങ്കിൽ കെമിക്കൽ വെതറിങ് എന്ന് പറയാം. കെമിക്കൽ വെതറിങ്. ഒന്ന് ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിങ്. 2 രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറിങ്. 3 ജൈവിക അപക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിങ്. ഓഡിയോ ക്ലിയർ അല്ലേ? ബാക്കിയുള്ളവർക്ക് ഓഡിയോ ഒക്കെ അല്ലേ? ഓക്കെ ആണ് കുഴപ്പമില്ല. സർ. ഓക്കേടാ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാദ ശിലകളാണ്. അവസാദ ശിലകളിൽ അടുത്ത് നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് അപക്ഷയത്തിന്റെ കാര്യമാണ്, വെതറിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. വെതറിങ്ങിൽ ആദ്യത്തെ സാധനമാണ് മെക്കാനിക്കൽ വെതറിങ് അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിങ് അല്ലെങ്കിൽ ഭൗതിക അപക്ഷയം എന്ന് പറയും. അതായത് വേറൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ നദികളിൽ കൂടെയുള്ള ഒഴുക്ക് അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകുന്നു. അങ്ങനെയുള്ള വെള്ളം, അതുപോലെ കാറ്റിന്റെ ഫലം അല്ലെങ്കിൽ ചെറിയ കടലിലൂടെ കടലിലേക്ക് ഒരു വെള്ളം വന്ന് ചേരുമ്പോൾ അതുവഴി പോകുമ്പോൾ പല കല്ലുകളെ അത് ഇങ്ങനെ തട്ടിയാണ് അല്ലെങ്കിൽ അതിനെ ഒരസിയൊക്കെയാണ് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള മെക്കാനിക്കൽ പരമായി അല്ലെങ്കിൽ യാന്ത്രികപരമായി നടക്കുന്ന അപക്ഷയങ്ങളെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുന്നത്? ഈ ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ. അത് മാത്രമല്ല, താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന എഫക്റ്റും ഒക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്, ഈ ഒരു ഭൗതിക അപക്ഷയത്തിനകത്ത്. ഭൗതിക അപക്ഷയം എന്ന് പറയും, അല്ലെങ്കിൽ യാന്ത്രിക അപക്ഷയം എന്ന് പറയും, അല്ലെങ്കിൽ ബലകൃതമായുള്ള അപക്ഷയം എന്നൊക്കെ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. പ്രധാനമായിട്ടും ഈ റണ്ണിങ് വാട്ടറിന്റെ ഫലമായിട്ടാണ് ഈ ഒരു അപക്ഷയം സംഭവിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ റോക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷെയില്, അതുപോലെ സാൻഡ്സ്റ്റോൺ അല്ലെങ്കിൽ മണൽക്കല്ല്, അതുപോലെ ക്ലേ. അതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു മെക്കാനിക്കലി അല്ലെങ്കിൽ യാന്ത്രികമായിട്ടുള്ള അപക്ഷയം കാരണമാണ്, അല്ലെങ്കിൽ ബലകൃതമായിട്ടുള്ള അപക്ഷയം കാരണമാണ് ഉണ്ടാകുന്നത്. ബിസ്മി, അത് അവിടുത്തെ നെറ്റിന്റെ കുഴപ്പമായിരിക്കും ബിസ്മി, കാരണം ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ബിസ്മി അവിടുത്തെ നെറ്റ് നോക്ക്. അപ്പം ഇതാണ് മെക്കാനിക്കലി അല്ലെങ്കിൽ യാന്ത്രികം അല്ലെങ്കിൽ ബലകൃതമായിട്ടുള്ള വെതറിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് ജൈവിക വെതറിങ് അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിങ് അല്ലെങ്കിൽ ജൈവിക അപക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ അപക്ഷയം എന്ന് പറയുന്നത്. അത് ഒരുപാട് സസ്യങ്ങളും വേരുകളും ഒക്കെ മണ്ണിനടിയിൽ അഴുകിച്ചേർന്ന് രൂപം കൊള്ളുന്ന, അതായത് നമ്മുടെ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്. ഇതൊക്കെ എന്തിനാണ്? ഈ ഒരു ജൈവിക വെതറിങ് അല്ലെങ്കിൽ ജൈവിക അപക്ഷയത്തിന്റെ ഫലമായി രൂപം കൊണ്ടതാണ്. പ്ലാന്റ്സിന്റെ അനിമൽസിന്റെ ഒക്കെ റിമെയിൻസിൽ നിന്നുണ്ടായ ശിലകളാണ് എന്തെന്ന് പറയുന്നത്? ഈ ജൈവിക വെതറിങ് അല്ലെങ്കിൽ
ജൈവിക അപക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിംഗ് എന്നൊക്കെ പറയുന്നത് ഈ കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ലൊക്കെ മാറുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അടുത്തതാണ് രാസിക അപക്ഷയം. രാസിക അപക്ഷയം എന്ന് പറയുമ്പോഴേക്കും അവിടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ഈ പറയുന്ന ഘടകങ്ങളൊക്കെ ഈ പറയുന്ന നമ്മുടെ ധാതുക്കളുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്ത് പല രാസപ്രവർത്തനങ്ങൾ നടന്ന് അതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന ശിലകളെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതിനെയാണ് നമ്മൾ ഈ ഒരു രാസിക അപക്ഷയം എന്ന് പറയുന്നത്. രാസിക അപക്ഷയത്തിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ജിപ്സം എന്നൊക്കെ പറയുന്നത്, ജിപ്സം. അതുപോലെ കല്ലുപ്പ്. കല്ലുപ്പ് എന്ന് പറയുന്നത് ഒരു രാസിക അപക്ഷയം കാരണം ഉണ്ടാകുന്നതാണ്. ജിപ്സവും കല്ലുപ്പൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറിങ്ങിന് എക്സാമ്പിൾ ആണ് ഈ ജിപ്സവും സാൾട്ട് റോക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ജിപ്സവും സാൾട്ട് റോക്ക് എന്നൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിൾസ് ആണെന്ന് ചോദിച്ചാൽ രാസിക അപക്ഷയത്തിന് എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന ജിപ്സവും സാൾട്ട് റോക്കും ഒക്കെ. ഇനി ഇതിലില്ലാത്ത ഒരെണ്ണം കൂടെ ഞാൻ പറയാം. കാറ്റിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അപക്ഷയം. കാറ്റിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അപക്ഷയം. ആരെങ്കിലും കഴിഞ്ഞ മാസം നടന്ന ഒരു ഡ്രൈവറുടെ എക്സാം ഉണ്ടായിരുന്നു? ആരെങ്കിലും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുകയോ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം എഴുതിയ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഡ്രൈവറുടെ എക്സാം. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കാറ്റിന്റെ ഫലമായി രൂപം കൊണ്ട ഒരു ശില ഏതാണ്? അതാണോ അതോ അവസാദ ശില, താഴെ തന്നിരിക്കുന്ന അവസാദ ശില ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് ഉത്തരം എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ബാക്കി 3 ഓപ്ഷൻ നമുക്ക് അറിയുന്നതായിരുന്നു, അറിയാവുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ലോയിസ് ആയിരുന്നു. ലോയിസ്. അതായത് കാറ്റിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഒരു തരം ശിലയാണ്, അല്ലെങ്കിൽ കാറ്റിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഒരു അവസാദ ശിലയാണ് എന്തെന്ന് പറയുന്നത്? ലോയിസ് എന്ന് പറയുന്നത്. അതിന്റെ ഉത്തരം ലോയിസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ കാറ്റിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ശില അല്ലെങ്കിൽ അവസാദ ശില, സെഡിമെന്ററി റോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോയിസ് ആണ്. അപ്പൊ ലോയിസ് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. കാരണം ഇത് സാധാരണ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഷെയിലും സാൻഡ്സ്റ്റോണും അതുപോലെ തന്നെ ഈ ക്ലേയും ഒക്കെയാണ് പൊതുവെ PSC ചോദിച്ചു വരുന്നത്. പക്ഷെ ആ ഡ്രൈവറുടെ എക്സാമിൽ PSC ചോദിച്ചത് ഈ പറയുന്ന ലോയിസ് ആണ്, ലോയിസ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വന്നതാണ്. ബാക്കി പല 3 ഓപ്ഷനും പലർക്കും അറിയായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ലോയിസ് കാറ്റിന്റെ ഫലമായിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ലോയിസ് എന്ന് പറയുന്നത്, ലോയിസ്. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. കാറ്റിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന അവസാദ ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോയിസ് ആണ്, ലോയിസ്. അതെ, കൂടുതലും അവിടെയാ കാണപ്പെടുന്നത്. അതെ വിഷ്ണു, അവിടെയാ മരുഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു കാറ്റിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തത്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? അവസാദ ശിലകളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അവസാദ ശിലകളിൽ പഠിക്കാനുള്ള പോയിന്റ്സ് ഇത്രയാണ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? എല്ലാവരും ഉറങ്ങിയോ അതോ എല്ലാവരും ഇവിടെ ഉണ്ടോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോവാം. അടുത്ത ശില എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അവസാനത്തെ ശില. ഏതാണ് അവസാനത്തെ ശില എന്ന് പറയുന്നത്? നമ്മുടെ കായാന്തരിത ശില അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സ്. ഓക്കെ, മെറ്റമോർഫിക് റോക്സും മലയാളികളും തമ്മിൽ ഒരു അഗാധമായ ബന്ധമുണ്ട്. വേറൊന്നുമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കായാന്തരിത ശില അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സ് ആണ്. ഓക്കെ, ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകളാണ് ഏതെന്ന് പറയുന്നത്? മെറ്റമോർഫിക് റോക്സ് അല്ലെങ്കിൽ കായാന്തരിത ശില. മെറ്റമോർഫിസം എന്ന് വെച്ചാൽ എന്താണ്? മെറ്റമോർഫിസം നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള മാറ്റം, ഒരു ചേഞ്ച്, അതിനെയാണ് നമ്മൾ മെറ്റമോർഫിസം എന്നൊക്കെ പറയുന്നത്. അപ്പൊ കായാന്തരിത ശിലം എന്ന് പറയും, അതെ ജയകൃഷ്ണൻ പറഞ്ഞു, രൂപമാറ്റം, അത് തന്നെയാണ്. ഒരു ഫോം, ചേഞ്ച് ഓഫ് ഫോം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം കായാന്തരിത ശില എന്ന് പറഞ്ഞാലും വേറെ ഒന്നുമല്ല, ആഗ്നേയ ശിലകളോ അല്ലെങ്കിൽ അവസാദ ശിലകളോ അതിനെന്തെങ്കിലും രൂപത്തിലും സ്വഭാവത്തിലോ അല്ലെങ്കിൽ രാസപരമായിട്ടോ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഉണ്ടാകുന്നത് ഉയർന്ന മർദ്ദവും ഊഷ്മാവിന്റെ ഫലമായിട്ടാകാം ഈ കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ കായാന്തരിത ശിലകൾ എന്താണെന്ന് ചോദിച്ചാൽ ആഗ്നേയ ശിലകളോ അവസാദ ശിലകൾക്കോ രൂപത്തിലും ഭാവത്തിലും രാസപരമായിട്ട് ഒരു മാറ്റം ഉണ്ടാകും. ആ മാറ്റത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. ഇത് ഉയർന്ന മർദ്ദവും ഊഷ്മാവും ഒക്കെ കാരണമാകാം ഇതുണ്ടാകുന്നത്. ഈ കായാന്തരിത ശിലകൾ ഉണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട പ്രോസസ്സുകളുണ്ട്. നിങ്ങൾ ഇത് ജസ്റ്റ് കേട്ടാലും മതി, കാരണം അത് എഴുതി വെച്ചോ നിങ്ങൾ.
നമ്മുടെ റാങ്ക് ഫയലിലൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തൊരു പോയിന്റ്. അതായത് സമ്പർക്ക കായാന്തരീകരണം എന്ന് പറയും, പ്രാദേശിക കായാന്തരീകരണം എന്ന് പറയും. ചില പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സമ്പർക്ക കായാന്തരീകരണം എന്ന് വെച്ചാൽ കോണ്ടാക്ട് മെറ്റമോർഫിസം എന്ന് പറയും, അല്ലെങ്കിൽ കോണ്ടാക്ട് മെറ്റമോർഫിക് റോക്ക് എന്ന് പറയും. അടുത്തത് പ്രാദേശിക കായാന്തരീകം എന്ന് പറയും, അത് ലോക്കൽ മെറ്റമോർഫിക്സ് എന്ന് പറയും, ലോക്കൽ മെറ്റമോർഫിക്സ്. ഓക്കെ. അപ്പം അതായത് ഈ സമ്പർക്ക കായാന്തരീകരണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നടക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ലൈം സ്റ്റോൺ മാർബിൾ ആയിട്ടൊക്കെ മാറുന്നതാണ്. അതായത് രണ്ട് കോണ്ടാക്റ്റുകൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് കല്ലുകൾ തമ്മിലുണ്ടാകുന്ന കോണ്ടാക്ട് അല്ലെങ്കിൽ അതിന്റെ സമ്പർക്കം കാരണം രൂപമാറ്റം ഉണ്ടാകുന്ന ശിലയാണ് ഈ സമ്പർക്ക കായാന്തരീകരണത്തിൽ ഉൾപ്പെടുത്തുന്നത്. പ്രാദേശിക കായാന്തരീകരണം എന്ന് പറയുമ്പോൾ ലോക്കലായിട്ടുള്ള പല അവസ്ഥകൾ കാരണം മാറുന്നതാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഷെയിൽ എന്ന് പറയുന്ന റോക്ക്, ഷെയിൽ എന്ന് പറയുന്ന റോക്ക് സ്ലാറ്റ് ആയിട്ടൊക്കെ മാറും, ഷെയില് സ്ലേറ്റ് ആയിട്ടൊക്കെ മാറും. ഓക്കെ. അപ്പൊ ആ മാറ്റമൊക്കെ ഉണ്ടാകുന്ന പ്രാദേശിക കായാന്തരീകരണത്തിന്റെ ഫലമായിട്ടാണ്. പിന്നെ ഇതിൽ ഓർക്കേണ്ട കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന കായാന്തരിത ശിലകളാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊരു പോയിന്റ് കൂടെ ഓർക്കണം. അതായത് ഈ ശിലകളിൽ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഈ മെറ്റമോർഫിക് റോക്സിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് സമ്പർക്ക കായാന്തരീകരണത്തിലുള്ള എക്സാമ്പിൾ ഏത്? ലൈം സ്റ്റോൺ മാർബിൾ ആയിട്ട് മാറുന്നത്. ലൈം സ്റ്റോൺ മാർബിൾ ആയിട്ട് മാറും. ഓക്കെ. ലൈം സ്റ്റോൺ മാർബിൾ ആയിട്ട് മാറും. ഈ ലൈം സ്റ്റോൺ ഏത് ടൈപ്പ് കല്ലാണ്? ലൈം സ്റ്റോൺ അവസാദശില. ലൈം സ്റ്റോൺ ഏതാണ്? അവസാദ ശിലയാണ്. ആ അവസാദ ശില എന്നാണ് എന്തായിട്ട് മാറുന്നത്? അത് കായാന്തരിത ശിലയായിട്ട് മാറുന്നത്. അതെ, എല്ലാവരും പറഞ്ഞ അവസാദ ശില. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്, സമ്പർക്ക കായാന്തരീകരണം എന്ന് പറയുന്നത്. പ്രാദേശിക കായാന്തരികം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? കേട്ടില്ല ഏതടാ? പ്രാദേശിക കായാന്തരീകരണം. പ്രാദേശിക കായാന്തരീകരണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ലോക്കൽ മെറ്റമോർഫിക്സ് എന്ന് പറയും. അത് നമ്മുടെ ഷെയിൽ എന്ന് പറയുന്ന വസ്തു, ഷെയിൽ എന്ന് പറയുന്നതിന് നമ്മൾ മലയാളത്തിൽ ചക്കരപ്പാറ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും ചിലര്. എനിക്ക് തോന്നുന്നു വടക്കോട്ടൊക്കെ അങ്ങനെയായിരിക്കും പറയുന്നത്, ചക്കരപ്പാറ എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം സൈഡിലൊന്നും അധികം കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു ഇടുക്കി അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടായിരിക്കും, ചക്കരപ്പാറ എന്ന് പറയും. ഷെയിൽ എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയുന്നത്. പൊതുവെ PSC ഷെയിൽ എന്ന് തന്നെയാണ് ചോദിക്കാറുള്ളത്, അല്ലാതെ ചക്കരപ്പാറ എന്നൊന്നും ചോദിക്കാറില്ല. അപ്പൊ ഈ ഷെയിൽ എന്ന് പറയുന്ന വസ്തു സ്ലേറ്റ് ആയിട്ട് മാറ്റം ഉണ്ടാകും. അതിനെയൊക്കെ ഈ ലോക്കൽ മെറ്റമോർഫിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് സാധാരണയുള്ള ഫലം, അതൊരു സമ്പർക്കം, രണ്ട് കല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതോ അല്ലെങ്കിൽ അത് തമ്മിൽ കോണ്ടാക്ട് ആവുന്നതോ അങ്ങനെയുള്ള ഒരു പ്രോസസ്സോ ആയിരിക്കത്തില്ല. അല്ലാതെ ഉണ്ടാകുന്ന പല രൂപമാറ്റങ്ങൾ, അതൊരു രാസപ്രവർത്തനമാകാം, അല്ലെങ്കിൽ ഇത് അതിന്റെ രൂപത്തിലും മറ്റുണ്ടാകുന്ന മാറ്റമായിരിക്കാം. അതിനൊക്കെയാണ് ഈ പ്രാദേശിക കായാന്തരത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ. നമുക്ക് എക്സാമ്പിൾ വേറെ പറയാം ഞാൻ, അപ്പൊ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എക്സാമ്പിൾ ഇനി നമ്മൾ പറയുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? നമ്മുടെ ഈ ഒരു കായാന്തരിത ശിലയാണ്. നമുക്ക് ഈ കായാന്തരിത ശിലകളെ പ്രധാനമായിട്ടും രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിലും രണ്ടായിട്ട് നമുക്ക് മറ്റൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് താപീയ കായാന്തരീകരണം. താപീയ കായാന്തരീകരണം. താപീയ കായാന്തരീകരണം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറിന്റെ ബേസിൽ ഉണ്ടാകുന്ന മാറ്റം. ഒരു കല്ലിന് മറ്റൊരു കല്ലിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചറിന്റെ പല അവസ്ഥകളും അല്ലെങ്കിൽ അതിന്റെ പല ഫാക്ടേഴ്സും അതിനെ പിടിച്ചു കുലുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, അതാണ് താപീയ കായാന്തീകരണം എന്ന് പറയുന്നത്. അടുത്തതാണ് സമ്മർദ്ദ കായാന്തീകരണം എന്ന് പറയും, അല്ലെങ്കിൽ പ്രഷറിന്റെ ബേസിൽ ഉണ്ടാകുന്ന മാറ്റം, ഒരു കല്ലിനുണ്ടാകുന്ന രൂപമാറ്റം. രണ്ട് രീതിയിൽ നടക്കാം. ഒന്ന് താപീയ കായാന്തരീകരണവും മറ്റൊന്ന് സമ്മർദ്ദ കായാന്തീകരണവും. താപീയ കായാന്തരീകരണം എന്ന് പറയുമ്പോൾ ഉന്നതമായ താപത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഉന്നതമായ ടെമ്പറേച്ചറിന്റെ ഫലമായിട്ടുള്ളതാണ് താപീയ കായാന്തരീകരണം എന്ന് പറയുന്നത്. എന്നാൽ സമ്മർദ്ദ കായാന്തരീകരണം അല്ലെങ്കിൽ പ്രഷർ ബേസ്ഡ് മെറ്റമോർഫിസം എന്ന് പറയും. അതെന്താണ്? ഉന്നതമായിട്ടുള്ള പ്രഷറിന്റെ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള മർദ്ദത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് ഈ സമ്മർദ്ദ കായാന്തരീകരണം എന്ന് പറയുന്നത്. ഈ സമ്മർദ്ദ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന രത്നങ്ങളും വജ്രങ്ങളും മരതകം ഈ പറയുന്ന വസ്തുക്കളൊക്കെ ഈ ഒരു പ്രഷറൈസ്ഡ് മെറ്റമോർഫിസത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ്. നമ്മുടെ താജ്മഹലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മാർബിള്, ഈ താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതെല്ലാം ഈ സമ്മർദ്ദ കായാന്തരീകരണത്തിൽ വരുന്നതാണ്. ഓക്കെ. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെച്ചിരിക്കുക. ഇനി ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇതിനകത്തുണ്ടാകുന്ന പല മാറ്റങ്ങൾ. ഇപ്പൊ നോക്ക് നിങ്ങൾ, ഇതിനകത്ത് ആദ്യം കായാന്തരീകരണത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നത് ഗ്രാനൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ശിലയാണ്? ഗ്രാനൈറ്റ് എന്ത് ടൈപ്പ് ശിലയാണ്? പെട്ടെന്ന് പറഞ്ഞു. ഗ്രാനൈറ്റ് ഏതാണ്? ആഗ്നേയ ശിലയാണ്. ഓക്കെ, ഗ്രാനൈറ്റ് ആഗ്നൈറ്റ്. ഗ്രാനൈറ്റിന് ഞാൻ മറ്റൊരു പേര് പറഞ്ഞു. എന്താണ് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു പേര്? പെട്ടെന്ന് പറഞ്ഞേ.
പാതാളശില. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു ആഗ്നേയശിലയാണ്. ഈ പറയുന്ന ഗ്രാനൈറ്റില് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സമ്മർദ്ദ കായാന്തരീകരണം സംഭവിക്കുമ്പോൾ ഈ ഗ്രാനൈറ്റ് എന്തായിട്ട് മാറും? നൈസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആയിട്ട് മാറും. ഈ നൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റമോർഫിക് റോക്കാണ്, അല്ലെങ്കിൽ ഒരു കായാന്തരിത ശിലയാണ്. അപ്പൊ ഗ്രാനൈറ്റിന് പ്രഷർ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്രാനൈറ്റിന് ഒരു സമ്മർദ്ദ കായാന്തരീകരണം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? നൈസ് എന്ന് പറയുന്ന മെറ്റമോർഫിക് റോക്ക്, അല്ലെങ്കിൽ നൈസ് എന്ന് പറയുന്ന കായാന്തരിത ശില. ഓക്കെ, നൈസ് എന്ന് പറയുന്ന കായാന്തരിത ശില. ഇനി അടുത്ത ചുണ്ണാമ്പ് കല്ല്. ചുണ്ണാമ്പ് കല്ല് എന്ത് ടൈപ്പ് കല്ലാണ്? നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, എന്താ ചുണ്ണാമ്പ് കല്ല്? എന്ത് ടൈപ്പാണ്? അതെ, അവസാദ ശില. ഈ ചുണ്ണാമ്പ് കല്ല്, ഈ പറയുന്ന ചുണ്ണാമ്പ് കല്ലിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അല്ലെങ്കിൽ ഹീറ്റിങ്ങിന്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ താപീയ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ട്, ഉന്നതമായിട്ടുള്ള താപത്തിന്റെ ഫലമായിട്ട് ഈ ചുണ്ണാമ്പ് കല്ല് എന്തായിട്ട് കുറെ നാൾ കഴിയുമ്പോൾ രൂപമാറ്റപ്പെടും? മാർബിൾ ആയിട്ട് മാറും. ഓക്കെ, ചുണ്ണാമ്പ് കല്ല് മാർബിൾ ആയിട്ട് മാറും. അതെന്തിന്റെ ഫലമായിട്ടാണെന്ന് ചോദിച്ചാൽ ചൂട്, അല്ലെങ്കിൽ താപീയ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ട്. ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. കൽക്കരി എന്ന് പറയുന്നത് ഇത് എന്ത് പറയാം, അതും ഹീറ്റിന്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന താപീയ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ട് ഈ കൽക്കരി ഗ്രാഫൈറ്റ് ആയിട്ടൊക്കെ മാറും. കറക്റ്റ് പറഞ്ഞാൽ കൽക്കരിയെ നേരെ പോകുന്നത് ആന്ത്രസൈറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പിലോട്ടാണ് പോകുന്നത്. ആ ആന്ത്രസൈറ്റിൽ നിന്ന് അതിന് പിന്നെ എന്തായിട്ട് മാറും? ഗ്രാഫൈറ്റ് ആയിട്ട് മാറും. കൽക്കരി ഈ പറയുന്ന താപീയ കായാന്തരീകരണം, ഹീറ്റിന്റെ എഫക്റ്റ് കാരണം കൽക്കരി എന്തായിട്ട് മാറും? ആന്ത്രസൈറ്റ് ആയിട്ട് മാറും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആന്ത്രസൈറ്റ് എന്തായിട്ട് മാറും? ഗ്രാഫൈറ്റ് ആയിട്ട് മാറും. ഈ പറയുന്ന ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കായാന്തരിത ശിലയാണ്. അതുപോലെയാണ് ബസാൾട്ട്. ബസാൾട്ട് എന്ന് പറയുന്ന സാധനം പ്രഷറിന്റെ എഫക്റ്റ് കാരണം, അല്ലെങ്കിൽ സമ്മർദ്ദ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ട് ബസാൾട്ട് എന്ന് പറയുന്ന ശില എന്തായിട്ട് മാറും? ഷിസ്റ്റ് എന്ന് പറയുന്ന റോക്കായിട്ട് മാറും. ഷിസ്റ്റ് എന്ന് പറയുന്ന കായാന്തരിത ശില, അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്കായിട്ട് മാറും. ബസാൾട്ട് എന്തായിട്ട് മാറും? ഷിസ്റ്റ് ആയിട്ട് മാറും. ഷിസ്റ്റ്. അടുത്തതാണ് മണൽക്കല്ല്. മണൽക്കല്ല് ഇതുപോലെ ആകുന്നത് കോർട്ടസൈറ്റ് ആയിട്ടാണ് മാറുന്നത്. മണൽക്കല്ലും താപീയ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ടാണ് മണൽക്കല്ല് എന്തായിട്ട് മാറുന്നത്? കോർട്ടസൈറ്റ് ആയിട്ട് മാറുന്നത്. നമ്മൾ ഈ പറഞ്ഞ കളിമണ്ണും ഷെയിലും ഈ കളിമണ്ണും ഷെയിലും ഒക്കെ എന്ത് രൂപത്തിലാണ് മാറുന്നതെന്ന് ചോദിച്ചാൽ, കളിമണ്ണും ഷെയിലും ഒക്കെ മാറുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഇത് അവസാദ ശിലകളിൽ ബലകൃതമായിട്ടുള്ള വെതറിങ്ങിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന കല്ലുകളാണ് ഈ പറയുന്ന കളിമണ്ണും ഷെയിലും. ഈ കളിമണ്ണും ഷെയിലും ഒക്കെ എന്തായിട്ട് മാറും? സ്ലേറ്റ് ആയിട്ട് മാറും. ഈ കളിമണ്ണും ഷെയിലും ഒക്കെ ഇങ്ങനെ സ്ലേറ്റ് ആയിട്ട് മാറാൻ കാരണം ഈ പറയുന്ന സമ്മർദ്ദ കായാന്തരീകരണം. ഓക്കെ, അപ്പൊ ഇത് ഇത്രയുമാണ് മെറ്റമോർഫിക് റോക്സിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കായാന്തരിത ശിലകൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ഗ്രാനൈറ്റില് പ്രഷർ, അല്ലെങ്കിൽ സമ്മർദ്ദ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ട് അത് നൈസായിട്ട് മാറും. ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ ലൈംസ്റ്റോൺ എന്തായിട്ട് മാറും? അത് ഹീറ്റിന്റെ എഫക്റ്റ് കാരണം, അല്ലെങ്കിൽ താപീയ കായാന്തരീകരണത്തിന്റെ ഭാഗമായിട്ട്, ടെമ്പറേച്ചറിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? മാർബിൾ ആയിട്ട് മാറുന്നു. കൽക്കരിക്ക് എന്ത് സംഭവിക്കുന്നു? അതും താപീയ കായാന്തരീകരണം കാരണം ഗ്രാനൈറ്റ് ആയിട്ട് മാറുന്നു. നമ്മുടെ ബസാൾട്ട് ഷിസ്റ്റ് ആയിട്ട് മാറുന്നു. സാൻഡ്സ്റ്റോൺ അല്ലെങ്കിൽ കല്ല് കോർട്ടസൈറ്റ് ആയിട്ട് മാറുന്നു. പിന്നെ കളിമണ്ണും ഷെയിലും എന്തായിട്ട് മാറുന്നു? സ്ലേറ്റ് ആയിട്ട് മാറുന്നു. കളിമണ്ണും ഷെയിലും എന്തായിട്ട് മാറുന്നു? സ്ലേറ്റ് ആയിട്ട് മാറുന്നു. മണൽക്കല്ല് കോർട്ടസൈറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ നമുക്ക് എവിടെയൊക്കെയാണ് ഈ പറയുന്ന കായാന്തരിത ശിലകൾ കാണുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിൽ കാണപ്പെടുന്ന കല്ലുകൾ എന്ന് പറയുന്നത് കായാന്തരിത ശിലകളാണെന്ന് ഞാൻ പറഞ്ഞു. അതില് നമ്മുടെ ഏറ്റവും കൂടുതൽ കായാന്തരിത ശിലകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് ഹിമാലയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആസാം, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒറീസ ഈ പറയുന്ന ഭാഗത്തൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ പറയുന്ന കായാന്തരിത ശിലകളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ പോയാൽ നമുക്ക് ഷിസ്റ്റ് എന്ന് പറയുന്ന കായാന്തരിത ശില കാണാൻ സാധിക്കും. ഷിസ്റ്റ് കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മധ്യപ്രദേശ്, രാജസ്ഥാനിലൊക്കെയാണ്. ഷിസ്റ്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ഒരു ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഷിസ്റ്റ് കാണാൻ സാധിക്കുന്നത് മധ്യപ്രദേശിലും രാജസ്ഥാൻ ആ പറയുന്ന ഭാഗങ്ങളിലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ,
മാർബിള് കാണാൻ സാധിക്കുന്നത് അൽവാർ, അജ്മീർ. മാർബിൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അൽവാർ, അജ്മീർ. കൽക്കരി ഗ്രാഫൈറ്റ് തന്നെ, കൽക്കരി ഗ്രാഫൈറ്റ് തന്നെ. മാർബിൾ എവിടേക്കാണ് കാണാൻ സാധിക്കുന്നത്? അൽവാർ, അജ്മീർ, ജയ്പൂർ, ജോധ്പൂർ, രാജസ്ഥാൻ. ഇവിടെയൊക്കെയാണ് നമുക്ക് മാർബിൾ കാണാൻ സാധിക്കുന്നത്. മാർബിൾ എവിടേക്കാണ് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ അൽവാർ, അജ്മീർ, ജോധ്പൂർ, രാജസ്ഥാൻ. ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? മാർബിൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇത്രയാണ് പ്രധാനമായിട്ടും ശിലകൾ എന്ന് പറയുന്ന ടോപ്പിക്. ശിലകളിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് വരുന്നത് എക്സാമ്പിൾസ് ഒക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങൾ. നമ്മള് ഇത് ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ ആഗ്നേയ ശിലകളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണ് ബസാൾട്ട്, അതുപോലെ ഗ്രാനൈറ്റ്, അതുപോലെ മറ്റ് പല കല്ലുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, ബാത്തോലിത്ത്, ലാക്കോലിത്ത്, ഡൈക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? പല ആഗ്നേയ ശിലകളാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഈ കേരളത്തിൽ ഒരു ഡൗട്ട്, നെറ്റ് കട്ടായി പോയി. കായാന്തരിക ശിലയില് കാണുന്നത് ഹിമാലയം, പിന്നെന്തൊക്കെയാ പറഞ്ഞ? ഹിമാലയത്തിലും ആസാം, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒറീസ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു. നമുക്കതുപോലെ ഈ കായാന്തരിത ശിലകള് കേരളത്തിൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണെന്ന് പറഞ്ഞു. ഈ മെറ്റമോർഫിക് റോക്സ് ആണ്. കേരളത്തിൽ തന്നെ കാണപ്പെടുന്ന കായാന്തരിത ശിലകൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ചാർണോക്കൈറ്റ് എന്ന് പറയും. ചാർണോക്കൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മെറ്റമോർഫിക് റോക്കാണ് ചാർണോക്കൈറ്റ്. അതുപോലെ കൊണാഡൈറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് കല്ലുണ്ട്. ഈ കൊണാഡൈറ്റും എവിടെ കാണപ്പെടുന്ന? നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന ഒരു തരം ഇത് കല്ലാണ്, മെറ്റമോർഫിക് റോക്കാണ്, കായാന്തരിത ശിലയാണ്. ചാർണോക്കൈറ്റും കൊണാഡലൈറ്റും ഇതെവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ചാർണോക്കൈറ്റ് CHARNOCKITE അതാണ് ചാർണോക്കൈറ്റ്. മറ്റേത് കോണ്ടലൈറ്റ്. ഓക്കെ. അപ്പൊ കേരളത്തിൽ കാണപ്പെടുന്ന കല്ലുകൾ അല്ലെങ്കിൽ കേരളത്തിൽ കാണപ്പെടുന്ന മെറ്റമോർഫിക് റോക്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ചാർണോക്കൈറ്റും കോണ്ടലൈറ്റും ആണ്. അതുകൂടെ ഓർത്തു വെച്ചിരിക്കും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ശിലകളെ കുറിച്ച് പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഇതുവരെ പറഞ്ഞില്ലേ? ജൈവിക അപക്ഷയത്തിന്റെ ഒന്നുകൂടെ. ഏത്? ജൈവിക അപക്ഷയം. ജൈവിക അപക്ഷയം, അതായത് ജൈവിക അപക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിങ്. ജൈവിക അപക്ഷയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ് ജൈവിക അപക്ഷയത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ പല റിമൈനിങ്സും പല മൃഗങ്ങളുടെയും അതുപോലെ തന്നെ അനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ഒക്കെ റിമൈനിങ് പാർട്സിൽ നിന്ന് രൂപം കൊണ്ട സാധനമാണ് ഈ പറയുന്ന ജൈവിക അപക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെയൊക്കെ ചത്ത് മണ്ണിലടിഞ്ഞ് അത് അഴുകിച്ചേർന്ന് ജീർണിച്ച് അതിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഈ ജൈവിക അപക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ. ബയോളജിക്കൽ വെതറിങ് എന്ന് പറയും. ഓക്കെ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. റോക്ക് അല്ലെങ്കിൽ ശിലകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആദ്യം പറഞ്ഞ കാര്യം, ശിലകളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പറയുന്ന പേര് പെട്രോളജി എന്നാണ് പറഞ്ഞു. അതുപോലെ അതിന്റെ സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്ന പഠനത്തെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? ലിത്തോളജി എന്ന് പറഞ്ഞു. ലിത്തോളജി.
ശിലകൾ എന്ന് പറയുന്നത് ലിത്തോസ്ഫിയറും സ്ഥലമണ്ഡലത്തിലും ഒക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ശിലകൾ കാണാൻ സാധിക്കുന്നത്. ശിലകൾ എവിടെയാണ് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ സ്ഥലമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിലാണ് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു, മിനറൽസ് കൊണ്ടാണ്. ആ മിനറൽസ് ധാതുക്കൾ കൊണ്ടാണ് ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത്. സിലിക്ക, അഫ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് ഇങ്ങനെ പറയുന്ന പല ധാതുക്കൾ കാരണമാണ് ശിലകൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ശിലകളുടെ 3 ക്ലാസിഫിക്കേഷൻ ആണ്: ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. ഇതിൽ ആദ്യം പറഞ്ഞത് ആഗ്നേയ ശിലകളെ കുറിച്ചാണ്. ശിലകളുടെ മാതാവ് പ്രാഥമിക ശില, പിതൃശില, അടിസ്ഥാന ശില, അഗ്നിപർവ്വത ജന്യശില എന്നൊക്കെ അറിയപ്പെടുന്ന ശിലയാണ് ഏതെന്ന് പറയുന്നതെന്ന് പറഞ്ഞു, ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ആഗ്നേയ ശിലകൾ തന്നെ രൂപം കൊണ്ടിരിക്കുന്നത് അതിൽ വരുന്ന 2 കാര്യങ്ങളാണ് മാഗ്മയും ലാവയും എന്ന് പറഞ്ഞു. മാഗ്മ എന്താണെന്ന് പറഞ്ഞു, തണുത്ത് കട്ടിയായിട്ട് ഭൂമിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ മാഗ്മ എന്ന് പറയുന്നത്. അതൊരു സ്ലോ പ്രോസസ് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ലാവ എന്ന് പറയുന്നത് എന്താണ്, പുറത്തു വന്ന് തണുത്തുറയുന്നതിനെയാണ്. അതൊരു ഫാസ്റ്റ് പ്രോസസ് ആണെന്ന് പറയാം. മാഗ്മയെ കമ്പയർ ചെയ്യുമ്പോൾ ലാവ ഒരു ഫാസ്റ്റ് പ്രോസസ് ആണെന്ന് പറയാം. നമ്മുടെ ഭൂവൽക്കത്തിൽ ഏകദേശം 2/3 ഭാഗം, 3ൽ 2 ഭാഗം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, 3ൽ 2 ഭാഗവും ആഗ്നേയശിലകളാണ്. ഈ പറയുന്ന ആഗ്നേയശിലകളെ നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് പറയും. അതിൽ ഇഗ്നിയസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു, അഗ്നി അല്ലെങ്കിൽ തീ എന്നാണ് പറഞ്ഞു. അതേപോലെ ആഗ്നേയശിലകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഫോസിലുകൾ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു ശിലയാണ് ഏതെന്ന് പറയുന്നത് ആഗ്നേയശിലകൾ. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ മാഗ്മയൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്, നമ്മുടെ അസ്തനോസ്ഫിയറിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ അസ്തനോസ്ഫിയറിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന സാധനം ഇവിടെ മൃഗങ്ങളോ മറ്റു ജീവികളോ അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും അഴുകി ചേരുകയോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അവിടെ എന്തുമില്ല, ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഫോസിലുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ ലോഹ അയിരുകളുടെ ഒരു പ്രധാനപ്പെട്ട ഉറവിടം കൂടെയാണ് ഈ പറയുന്ന ആഗ്നേയശിലകൾ എന്നൊക്കെ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, ബാത്തോലൈറ്റ്, ലാക്കോലിത്ത്, ഡൈക്ക്. ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണെന്ന് പറഞ്ഞു. ആ ആഗ്നേയശിലകളെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ഒന്ന് ഇൻട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ അന്തർവേദ ശില എന്ന് പറഞ്ഞു. മറ്റൊന്ന് എക്സ്ട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ ബാഹ്യജാത ശിലകൾ എന്ന് പറഞ്ഞു. ഈ പറയുന്ന അന്തർവേദ ശിലകൾക്ക് എക്സാമ്പിൾ ആണ് വേറൊന്നുമല്ല, അന്തർഭാഗത്ത് അല്ലെങ്കിൽ അന്തർവേദ ശില എന്ന് പറയുമ്പോൾ ഉൾഭാഗത്ത് മാഗ്മ തണുത്തുറച്ച് രൂപം കൊള്ളുന്ന ശിലകളെയാണ് നമ്മൾ അന്തർവേദ ശില എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഗ്രാനൈറ്റ്, ബാത്തോലിത്ത്, ലാക്കോലിത്ത്, ഡൈക്ക് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അതിന് എക്സാമ്പിൾസ് ആണ്. അതേപോലെ ഞാൻ ഗ്രാനൈറ്റിന് മറ്റൊരു പേര് പറഞ്ഞു, പാതാള ശില എന്നൊക്കെ അറിയപ്പെടുന്നത് ഗ്രാനൈറ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ബാഹ്യജാത ശിലകൾ, ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് ലാവ തണുത്തുറഞ്ഞ് കട്ടിയായി രൂപം കൊള്ളുന്ന ശിലകളെയാണ് നമ്മൾ വോൾക്കാനിക് റോക്സ് അല്ലെങ്കിൽ ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത്. ഈ ബാഹ്യജാത ശിലകൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നിലും ഡെക്കാൻ ട്രാപ്പിലും ഒക്കെയാണ്. അതുപോലെ അതിനൊരു എക്സാമ്പിൾ ആണ് ബസാൾട്ട് ഉണ്ട്, റയോലൈറ്റ് ഉണ്ട്, ആന്റിസൈൽ ഉണ്ട്. ഇതിൽ ഈ ബസാൾട്ടൊക്കെ പിന്നീട് ബസാൾട്ട് പിന്നീട് രൂപമാറ്റം സംഭവിച്ചാണ് കറുത്ത മണ്ണൊക്കെ രൂപം കൊള്ളുന്നത്. ബസാൾട്ടിന്റെ അപക്ഷയം കാരണം. അതിനെയാണ് നമ്മൾ റിഗർ മണ്ണെന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് അവസാദ ശിലകൾ എന്ന് പറഞ്ഞു. അവസാദ ശിലകൾ എന്താണ്, നദികളുടെയോ അരുവികളിലോ അല്ലെങ്കിൽ തടാകങ്ങളിലോ ഒക്കെ ഉണ്ടാകുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ അവസാദ ശിലകൾ. ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് കൂടുമ്പോൾ അത് ഓരോ അടുക്കുകളായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അടുക്ക് ശില അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ് അല്ലെങ്കിൽ അടരുശില എന്നൊക്കെ വിശേഷിപ്പിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അവസാദ ശിലകൾക്ക് ഫോസിലുകൾ കാണപ്പെടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവസാദ ശിലകൾക്ക് മറ്റൊരു പേരൂടെ നമ്മൾ പറഞ്ഞു, ജലകൃതശില. എന്തുകൊണ്ടാണ് ജലകൃതശില എന്ന് പറഞ്ഞു? ഒഴുക്കുവെള്ളത്തിന്റെ ഒരു ഒഴുക്ക് കാരണം ഒരുപാട് മാറ്റങ്ങൾ ഇതുണ്ടാകും. അവസാദ ശിലകൾ ഒരുപാട് ഉണ്ടാകുന്നത് ഈ ഒഴുക്കുവെള്ളത്തിന്റെ ഒരു പ്രക്രിയ കാരണമാണ്. അതുകൊണ്ടാണ് അതിനെ ജലകൃതശില എന്ന് പറയുന്നത്, ജലകൃതശില. പിന്നെ ഈ പറയുന്ന അവസാദ ശിലകളെ നമ്മൾ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. യാന്ത്രിക അല്ലെങ്കിൽ ബലകൃതമായിട്ടുള്ളത്, അടുത്ത ജൈവികപരമായിട്ടുള്ളത്, രാസികപരമായിട്ടുള്ളത്, കാറ്റിന്റെ ഫലമായിട്ടുള്ളത്. വെതറിങ് നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മളത് പറഞ്ഞത്. ആ വെതറിങ് നടക്കുന്നതിന്റെ പ്രോസസ്സിൽ നമ്മൾ പലതും എക്സാമ്പിൾസ് പറഞ്ഞു. മെക്കാനിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ബലകൃതമായിട്ടുള്ള അപക്ഷയത്തിന് എക്സാമ്പിൾ പറഞ്ഞത് ഷെയിലും സാൻഡ്സ്റ്റോൺ ഒക്കെയാണ് പറഞ്ഞത്. ജൈവികമായിട്ടുള്ളതാണ് കൽക്കരിയും ചോക്ക്, ചുണ്ണാമ്പ് കല്ലൊക്കെ. രാസികപരമായിട്ടുള്ളതാണ് ജിപ്സം അല്ലെങ്കിൽ സാൾട്ട് റോക്ക്, കല്ലുപ്പ് എന്നൊക്കെ പറയുന്നത്. കാറ്റിന്റെ ഫലമായിട്ടുള്ളതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ലോയ്സ്. അത് ഓർത്തു വെച്ചിരിക്കണം, ലോയ്സ്. ഇപ്പോൾ കഴിഞ്ഞ മാസം നടന്ന ഒരു എക്സാമ്പിൾ ചോദിച്ചത് ഈ ലോയ്സ് ആണ്.
അടുത്ത് നമ്മൾ പറഞ്ഞത് ഇത് നമ്മുടെ കായാന്തരിത ശിലകളെ കുറിച്ചാണ് പറഞ്ഞത്. കായാന്തരിത ശിലകളെ കുറിച്ച് അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സിനെ കുറിച്ച്. അതായത് ആഗ്നേയശിലകൾ അല്ലെങ്കിൽ അവസാദ ശിലകൾ രൂപത്തിലും ഭാവത്തിലും അല്ലെങ്കിൽ രാസപരമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്ന ആ ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുണ്ടാകും. സമ്പർക്ക കായാന്തരീകരണമുണ്ട്, പ്രാദേശിക കായാന്തരീകരണമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അതുപോലെ കേരളത്തിൽ കാണപ്പെടുന്ന കായാന്തരിത ശിലകളുടെ പേര് ഞാൻ പറഞ്ഞു. ഓക്കെ. കോണ്ടലൈറ്റും ആ ഒരു പേരൊക്കെ ഓർത്തു വെച്ചിരിക്കുക. കേരളത്തിൽ കാണപ്പെടുന്ന കായാന്തരിത ശിലയ്ക്ക് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഈ പറയുന്ന കായാന്തരിത ശില രണ്ട് രീതിയിൽ ഉണ്ടാകാമെന്ന് പറഞ്ഞു. ഒന്ന് താപീയ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ടും മറ്റൊന്ന് സമ്മർദ്ദ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ടും ഉണ്ടാകാമെന്ന് പറഞ്ഞു. ഈ പറയുന്ന സമ്പർക്കവും അതുപോലെ തന്നെ ഈ പറയുന്ന സമ്മർദ്ദവും താപീയ കായാന്തരീകരണത്തിനെയും പല ക്ലാസിഫിക്കേഷനാണ് ഞാൻ പറഞ്ഞത്. ഗ്രാനൈറ്റ് നൈസായിട്ട് മാറുന്നത് സമ്മർദ്ദ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ടാണ്. ഷെയില് സ്ലേറ്റ് ആകുന്നത് പ്രാദേശിക കായാന്തരീകരണമാണ്. ഷെയില് സ്ലേറ്റ് ആകുന്നത് അതായത് ഒരു പ്രഷറിന്റെ ഭാഗം കാരണമാണ്. ഈ കാണുന്ന സ്ലൈഡ് തന്നെയാണ് കായാന്തരീകരണത്തിന്റെ ഫലമായിട്ട് ഗ്രാനൈറ്റ് നൈസായിട്ട് മാറും, ചുണ്ണാമ്പ് കല്ല് മാർബിളായിട്ട് മാറും, കൽക്കരി ഗ്രാഫൈറ്റ് ആയിട്ട് മാറും, ബസാൾട്ട് ഷിസ്റ്റായിട്ട് മാറും, മണൽക്കല്ല് കോർട്ടസൈറ്റ് ആയിട്ട് മാറും, കളിമണ്ണ് ഷെയിൽ ഇവ സ്ലേറ്റ് ആയിട്ട് മാറും. ഡിഗ്രി ലെവലിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാർ ഇത് അതുകൂടെ ഓർത്തു വെച്ചിരിക്കുക. അതായത് ഗ്രാനൈറ്റ് നൈസായിട്ട് മാറുന്നത് ഏത് കായാന്തരീകരണത്തിന്റെ ഫലമായിട്ടാണെന്ന് ചോദിച്ചാൽ അത് സമ്മർദ്ദ കായാന്തരീകരണമാണ്. ചുണ്ണാമ്പ് കല്ല് മാർബിളായിട്ട് മാറുന്നത് താപീയ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ടാണ്. കൽക്കരി ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നതും താപീയ കായാന്തരീകരണത്തിന്റെ ഫലമാണ്. ബസാൾട്ട് ഷിസ്റ്റായിട്ട് മാറുന്നത് സമ്മർദ്ദ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ടാണ്. ഈ പറയുന്ന മണൽക്കല്ല് കോർട്ടസൈറ്റ് ആയിട്ട് മാറുന്നത് അത് താപീയ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ടാണ്. കളിമണ്ണും ഷെയിലും സ്ലേറ്റ് ആയിട്ട് മാറുന്നത് പ്രഷറിന്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ മാറുന്നതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് സമ്മർദ്ദ കായാന്തരീകരണമാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോക്സിൽ ശിലകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പറഞ്ഞത്. ഈ പറയുന്ന റോക്കുകളെല്ലാം അതായത് ഈ ശിലകളെല്ലാം ആദ്യം പറഞ്ഞ നമ്മുടെ ഇഗ്നിയസ് റോക്സ് ആഗ്നേയ ശിലകൾ. ഈ ആഗ്നേയ ശിലകളിൽ നിന്നാണ് പല രൂപമാറ്റങ്ങൾ ഉണ്ടായി നമ്മൾ പറയുന്ന കായാന്തരിത ശിലയായിട്ടും ഈ പറയുന്ന ഇത് അവസാദ ശിലകളായിട്ടൊക്കെ മാറുന്നത് ഒരേ റോക്ക് തന്നെയാണ്. ആദ്യം നമ്മൾ പറഞ്ഞ അടിസ്ഥാന കല്ലായ ആഗ്നേയശില. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ശിലകളുടെ മാതാവ് എന്ന് പറയുന്നത്. ആ ശിലകൾക്ക് അതായത് ആഗ്നേയ ശിലകൾക്ക് മാറ്റം ഉണ്ടായിട്ടാണ് അവസാദ ശിലകളോ കായാന്തരിത ശിലകളോ ഒക്കെ ആയിട്ടത് മാറുന്നത്. ഇതൊരു സൈക്ലിക് പ്രോസസ് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ഈ പറയുന്ന ശിലകളെല്ലാം. ഓക്കെ. ഇത്രയാണ് നമുക്ക് റോക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ. നമ്മുടെ സിലബസിലെ അടുത്ത ഒരു പോയിന്റ് കൂടെ നമ്മൾ കവർ ചെയ്തു, ഒരു ടോപ്പിക് കൂടെ കവർ ചെയ്തു. അടുത്ത ടോപ്പിക്കാണ് അന്തരീക്ഷം. ഇതുവരെ പറഞ്ഞ പോയിന്റ് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ആർക്കെങ്കിലും എഴുതിയെടുക്കാൻ പറ്റാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? സർ, ഹലോ, പറഞ്ഞു. അപക്ഷയം പറഞ്ഞില്ലേ, അതിന്റെ എക്സാമ്പിൾസ് ജസ്റ്റ് പറയോ? ഏത് അപക്ഷയത്തിന്റെയോ? നാല് അപക്ഷയത്തിന്റെയും എക്സാമ്പിൾസ് മാത്രം ഒന്ന് പറയോ? പറയാം. ഇതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു പറഞ്ഞത് ഭൗതിക അപക്ഷയമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ യാന്ത്രിക അപക്ഷയം എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഷെയില്, സാൻഡ്സ്റ്റോൺ അല്ലെങ്കിൽ മണൽക്കല്ല്, ക്ലേ എന്നൊക്കെ പറയുന്നത് ബലകൃതമായിട്ടുള്ള അപക്ഷയത്തിന് എക്സാമ്പിൾസ് ആണ്. ഈ ജൈവിക അപക്ഷയത്തിന് ഉദാഹരണമാണ് കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ലൊക്കെ. കാറ്റിന്റെ ഫലമായിട്ടുള്ള അപക്ഷയത്തിന് ഉദാഹരണമാണ് ലോയിസ്. കാറ്റിന്റെ ഫലമായിട്ടുള്ളതിന് എക്സാമ്പിൾ ആണ് ലോയിസ്. രാസികപരമായിട്ടുള്ള അപക്ഷയത്തിന് എക്സാമ്പിൾ ആണ് ജിപ്സവും സാൾട്ട് റോക്കും. ഓക്കെ സർ. ജിപ്സവും സാൾട്ട് റോക്കും. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ? അപ്പോൾ അടുത്ത ടോപ്പിക്ക്, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അന്തരീക്ഷമാണ്. അന്തരീക്ഷം.
അന്തരീക്ഷം അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഈ പറയുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഭൂമിയുടെ ആദ്യം നമ്മൾ ജോഗ്രഫിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഭൂമിയുടെ ഘടനയെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ശിലകൾ എന്ന് പറയുന്ന ടോപ്പിക്, റോക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കിയത്. അടുത്ത് പറയാൻ പോകുന്ന ടോപ്പിക് അന്തരീക്ഷമാണ്. അന്തരീക്ഷം എന്ന് പറയുന്ന ടോപ്പിക് അടുത്ത. അപ്പം അന്തരീക്ഷം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അന്തരീക്ഷത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയും. നിങ്ങൾ എല്ലാവരും കൊച്ചു ക്ലാസ് മുതലേ കേൾക്കാൻ തുടങ്ങിയ സാധനമാണ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം. അന്തരീക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു വായുവിന്റെ പുതപ്പ് പോലെയാണ് നമ്മുടെ ഈ അന്തരീക്ഷം എന്ന് പറയുന്നത്. നിങ്ങളിതാ ഈ കാണുന്നതാണ് ഭൂമിയെങ്കിൽ, ഭൂമി ആയില്ല, ഏകദേശം ഭൂമിയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഈ ഭൂമിയുടെ ചുറ്റും കാണപ്പെടുന്ന ഒരു പുതപ്പ് പോലെ നിൽക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ പറയുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഭൂമി. ഈ ഭൂമി ഇങ്ങനെ കവർ ചെയ്ത് അതിന് ചുറ്റും നിൽക്കുന്ന ഒരു പുതപ്പാണ്, വായുവിന്റെ ഒരു പുതപ്പാണ് എന്തെന്ന് പറയുന്നത് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഭൂമിയുടെ രക്ഷാ കവചം എന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഭൂമിയുടെ രക്ഷാ കവചം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന അന്തരീക്ഷത്തെയാണ്. ഭൂമിയെ ചുറ്റപ്പെട്ട് കാണപ്പെടുന്ന ഈ ഒരു വായു സഞ്ചയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അന്തരീക്ഷം എന്ന് പറയുന്നത്. അന്തരീക്ഷം. അപ്പം അന്തരീക്ഷം എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ രക്ഷാ കവചമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഭൂമിയെ ചുറ്റപ്പെട്ട് കാണപ്പെടുന്ന വായു സഞ്ചയത്തെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. അതുപോലെ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പ് എന്ന് പറയുന്നതും ഈ അന്തരീക്ഷമാണ്. ഇനി ഈ അന്തരീക്ഷത്തെ നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ ഒരു പുതപ്പ് പോലെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഭൂമിയുടെ ഉള്ളിലേക്ക് ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട്. ഈ പറയുന്ന ഗുരുത്വാകർഷണത്തിന്റെ ബലമായിട്ടാണ് ഇതിങ്ങനെ ചുറ്റും, നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഇതിങ്ങനെ നിൽക്കുന്നത്, ഒരു പുതപ്പ് പോലെ ഇതിങ്ങനെ നിൽക്കുന്ന, കവർ ചെയ്ത് നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണ്? ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലം ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന അന്തരീക്ഷം ഇങ്ങനെ നമ്മളെ കവർ ചെയ്ത് നിൽക്കുന്നത്. ഈ പറയുന്ന അന്തരീക്ഷത്തിനകത്ത് ഒരുപാട് വാതകങ്ങളുണ്ട്, അതുപോലെ ജലാംശമുണ്ട്, പൊടിപടലങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഈ അന്തരീക്ഷത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന വായുവിനകത്ത് കാണപ്പെടുന്ന ഭാഗങ്ങൾ. ഇത്രയാണ്. പല വാതകങ്ങൾ കാണാം, ജലാംശം കാണും, അതുപോലെ തന്നെ പൊടിപടലങ്ങളൊക്കെ കാണും. അതാണ് ഈ അന്തരീക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത്. ഭൂമിയെ ചുറ്റപ്പെട്ട് കാണപ്പെടുന്ന വായു സഞ്ചയമാണ് എന്ത് അന്തരീക്ഷം എന്ന് പറയുന്നത്. എന്താണ് അതിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് അതിനെ പിടിച്ചു നിർത്തുന്നത്? ഗുരുത്വാകർഷണ ബലമാണ് അതിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചിരിക്കുക. ഇനി നമ്മുടെ ഈ ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റും ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പല റേഡിയേഷനിൽ നിന്നെല്ലാം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നത് ഈ ഒരു അന്തരീക്ഷമാണ്. അതുപോലെ ഉൽക്കകളൊക്കെ വന്നാലും ആ ഉൽക്കകളൊക്കെ അന്തരീക്ഷം കടക്കുമ്പോഴേക്കും അത് ചിന്നിച്ചെതറി പോവും, പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അന്തരീക്ഷം നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അന്തരീക്ഷം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉൽക്കകളൊന്നും മാരകമായിട്ട് നമ്മൾ അഫക്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള പല റേഡിയേഷനിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് എല്ലാം ആരാണ്? ഈ പറയുന്ന അന്തരീക്ഷമാണ്. ഓക്കെ, അപ്പം അന്തരീക്ഷ വായുവിൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ പല വിവിധ തരത്തിലുള്ള വാതകങ്ങളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, ജല തന്മാത്രകളുണ്ട്. ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഈ പറയുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത്. നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളെ പറയുന്ന ഒരു പേരുണ്ട്, എയറോസോളുകൾ എന്നൊക്കെ പറയും. അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എയറോസോളുകൾ എന്നാണ്. എയറോസോൾ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളുടെ വിളിക്കുന്ന പേരാണ് എയറോസോൾ. ഓക്കെ, ഇനി ഈ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പല വാതകങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ. 78.08%. ഏകദേശം റൗണ്ട് ചെയ്ത് നമുക്ക് 78% എന്ന് പറയാം. ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 78.08 ആണ്. നിങ്ങൾ റാങ്ക് ഫെയിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് 78% കാണത്തുള്ളൂ. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് 78.08% പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നൈട്രജൻ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. അത് എത്രയാണെന്ന് ചോദിച്ചാൽ 78.08%. അത് കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലുള്ള വായു അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള വാതകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഓക്സിജൻ 21%. റൗണ്ട് ചെയ്ത് 21% എന്ന് പറയും. എക്സാക്ട് വാല്യൂ 20.95, 20.95%.
അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്, 78.08%. ഓക്സിജൻ ആണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് 20.95. റൗണ്ട് ചെയ്ത് നമുക്ക് എത്ര പറയാം? 21% എന്ന് പറയാം. മൂന്നാമത് ഏറ്റവും കൂടുതലുള്ളത് ആർഗോൺ ആണ്. ആർഗൺ 0.9 മുതൽ 0.93% എന്നൊക്കെ പറയാറുണ്ട്. 0.9% എന്നും 0.93% എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് 0.04. ഏകദേശം നമ്മുടെ നൈട്രജനും ഓക്സിജനും പോയാൽ ബാക്കി പറയുന്ന ഈ ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നിയോൺ, ഹീലിയം ഇതെല്ലാം കൂടെ ഏകദേശം 1% വരും. അതാണ് ഈ പറയുന്ന നമ്മുടെ വാതകം എന്നൊക്കെ പറയുന്നത്. വാതകത്തിന്റെ ഒരു പെർസെൻറ്റേജ് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം നന്നായിട്ട് ഓർത്ത് വെച്ചു. അപ്പൊ വാതകങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള വാതകം ചോദിച്ചാൽ നൈട്രജൻ, അത് കഴിഞ്ഞാൽ ഓക്സിജൻ, അത് കഴിഞ്ഞാൽ ആർഗൺ, അത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഈ 4 വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. നൈട്രജൻ 78.08, ഓക്സിജൻ 20.95, ആർഗൺ 0.93, കാർബൺ ഡൈ ഓക്സൈഡ് 0.037. അപ്പൊ ഇതാണ് അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളുടെ ക്രമീകരണം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഭൂമിയെ ഒരു ജീവഗ്രഹമായിട്ട് നിലനിർത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനുമാണ്. നമ്മുടെ ഭൂമിയെ ഇതൊരു ജീവഗ്രഹമായിട്ട് തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന 2 വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഭൂമിയെ അല്ലെങ്കിൽ ഭൂമിയെ ഒരു ജീവഗ്രഹമായിട്ട് നിലനിർത്താൻ സാധിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈ പറയുന്ന ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. ഇനി നമ്മുടെ അന്തരീക്ഷം പഠിക്കുന്നതിന് മുമ്പ് ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണ് അന്തരീക്ഷ മർദ്ദം. ഓക്കെ, എന്താണ് ഈ അന്തരീക്ഷ മർദ്ദം? അന്തരീക്ഷ മർദ്ദം എല്ലാവരും കേട്ടിട്ടുള്ള സാധനം. എന്താണ് അന്തരീക്ഷ മർദ്ദം? എല്ലാവരും ഉറങ്ങിയോ? ഭൂമിയിലേക്ക് ചെലുത്തുന്ന മർദ്ദാണോ? അതെ അതെ അതെ. അതായത് ഇപ്പോ നമ്മുടെ റിയാസ് അവിടെ നിൽക്കുകയാണ്. ഞാൻ റിയാസിന്റെ തലയ്ക്ക് മുകളിൽ ഒരു ഭാരം കൊടുത്തു. ഓക്കെ, റിയാസിന്റെ തലയ്ക്ക് മുകളിൽ ഞാനൊരു ഭാരം കൊടുത്തു. അപ്പൊ റിയാസിന് എന്ത് ചെയ്യും? റിയാസിന് ആ ഒരു പ്രഷർ, ഞാൻ കൊടുക്കുന്ന ഭാരം റിയാസിന് എന്ത് ചെയ്യും? റിയാസിനെ നന്നായിട്ട് അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ റിയാസിന് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടും. ഞാൻ കൊടുക്കുന്ന പ്രഷറിന്റെ എഫക്റ്റ് റിയാസിന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ പറയുന്ന അറ്റ്മോസ്ഫറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഭൂമിക്ക് മുകളിൽ കാണപ്പെടുന്ന വായു സഞ്ചയം അല്ലെങ്കിൽ വായു എന്ന് പറയുന്ന സാധനം നമ്മുടെ ഭൂമിയിലേക്ക്, എർത്ത് സർഫസിലേക്ക് കൊടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ കാണുന്നത് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഈ ഭൂമിയിലേക്ക് കൊടുക്കുന്ന മർദ്ദത്തെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അത് പല സ്ഥലങ്ങളിൽ പല രീതിയിലായിരിക്കാം. അതില് നമ്മുടെ ഭൂമിയിൽ പൊതുവെ അതിന്റെ എർത്ത് സർഫസില്, ഭൂവൽക്കത്തിൽ അല്ലെങ്കിൽ കടലിലല്ല ഞാൻ പറയുന്നത്, ഭൂവൽക്കത്തിൽ നമ്മുടെ എർത്ത് സർഫസില് ഈ പറയുന്ന അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 1034 ഗ്രാം/സെന്റിമീറ്റർ² ആണ്. 1034 ഗ്രാം/സെന്റിമീറ്റർ² ആണ് നമ്മുടെ ഭൂമിയിലേക്കുള്ള പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതിന്റെ വാല്യൂ. 1034 ഗ്രാം/സെന്റിമീറ്റർ². ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അന്തരീക്ഷ മർദ്ദം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമാണ്. അന്തരീക്ഷ മർദ്ദം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് വായു ഭൂമിയിലേക്ക് ചെലുത്തുന്ന മർദ്ദത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫറിക് പ്രഷർ. ഭൂമിയിലേക്ക് ചെലുത്തുന്ന അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ വാല്യൂ ആണ് 1034 ഗ്രാം/സെന്റിമീറ്റർ². അന്തരീക്ഷ മർദ്ദത്തിന്റെ വാല്യൂ ആണ് 1034 ഗ്രാം/സെന്റിമീറ്റർ². 1034 ഗ്രാം/സെന്റിമീറ്റർ². നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക്, നമ്മുടെ ഭൂമിക്ക് ചുറ്റുമാണ് അന്തരീക്ഷം എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഈ പറയുന്ന ഭൂമിയിൽ നിന്നും ഈ കാണുന്നതാണ് അന്തരീക്ഷം. ഇത് നമ്മുടെ ഭൂമി, ഇത് നമ്മുടെ അന്തരീക്ഷം. നമ്മൾ ഭൂമിയിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് പോകും തോറും അല്ലെങ്കിൽ ഉയരം നമ്മൾ അങ്ങോട്ട് കൂടും തോറും ഇതിന്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഗ്യാസിന്റെയും അതുപോലെ തന്നെ പൊടിപടലം എല്ലാത്തിന്റെയും വോളിയം എന്ത് സംഭവിക്കും? കുറയുകയാണ് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം ഗുരുത്വാകർഷണ ബലം കാരണം എല്ലാം കൂടി ഇങ്ങോട്ട് ഭൂമിയിലോട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മുകളിലോട്ട് പോകും തോറും എന്താണ്, അല്ലെങ്കിൽ ഉയരം കൂടും തോറും ഇതിന്റെയൊക്കെ വോളിയവും ഇതിന്റെയൊക്കെ പ്രസൻസും എല്ലാം എന്ത് ചെയ്യും? കുറഞ്ഞാണ് വരാൻ പോകുന്നത്. ആ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെച്ചിരിക്കുക.
അതുപോലെ നമുക്കറിയാം പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഇൻടേക്ക് ആയിട്ട് എടുക്കുന്നത് ഏത് ഗ്യാസ് ആണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ചെടികൾ പുറത്തുവിടുന്നത് ഓക്സിജൻ. ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ചെടികൾ ആഗിരണം ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡും പുറന്തള്ളുന്നത് ഓക്സിജൻ. ഓക്കെ. എന്നാൽ രാത്രി ചെടികൾ ഇത് ശ്വസിക്കുന്നത് ഏതാണ്? ഓക്സിജൻ. ഓക്സിജൻ. ഓക്സിജൻ ആണ്. ഓക്കെ. മനുഷ്യൻ ഏതാണ് ശ്വസിക്കുന്നത്? ഓക്സിജൻ ആണോ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? ഓക്സിജൻ. ഓക്കെ. ഓക്കെ. അപ്പം ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനും ഓക്സിജനും അവിടെ വലിയ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഓക്കെ. ജയകൃഷ്ണൻ ഇടയ്ക്ക് കാർബൺ ഡൈ ഓക്സൈഡോ? പുകവലിയായിരിക്കും. എന്ത് പറ്റി ജയകൃഷ്ണൻ? അതായിരിക്കും. ജയകൃഷ്ണ നല്ലതല്ല കേട്ടോ. ജയകൃഷ്ണന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. 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 അപ്പം ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മുടെ നൈട്രജനും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജന്റെ കാര്യം എപ്പോഴും ഓർത്തു വെച്ചിരിക്കുക. പ്രകാശ സംശ്ലേഷണ സമയത്തുള്ള കാര്യം ചില സമയങ്ങളിൽ ചിലപ്പോൾ ചിലർ തെറ്റിച്ച് കളയും. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചോദ്യമുണ്ട്, ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്കെ. ഓക്കെ. ജയകൃഷ്ണൻ എല്ലാവരും കൂടി ഇങ്ങനെ ചോദിക്കാതെ, ജയകൃഷ്ണൻ ഒരു അറിവ് നമുക്ക് പകർന്നു തന്നതാണ്. അവനിങ്ങനെ ആരും കളിയാക്കരുത്. ഓക്കെ. ഓക്കെ. എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ. അപ്പം ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഓക്കെ ആയല്ലോ എല്ലാവർക്കും? അടുത്ത് നമുക്ക് പഠിക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കണം. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഈ കാണുന്നത് നമ്മുടെ ഭൂമിയാണ്. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഭൂമിയാണ്. ഈ കാണുന്ന ഭൂമി. നമ്മുടെ ഭൂമിയിലേക്ക് ഈ പറയുന്ന സോളാർ റേഡിയേഷൻ വരികയാണ്. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഇതുപോലെ ഒരു സർഫസിൽ ഇങ്ങനെ ഒരു വളയമായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മുടെ ഇൻകമിംഗ് ആയിട്ട് വരുന്ന ഈ പറയുന്ന സോളാർ റേഡിയേഷന്റെ ഒക്കെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ വരുന്നതെല്ലാം ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ആണ്. എന്നാൽ ഈ കാണുന്ന ഈ ഒരു വേവ് ഫോം ഒക്കെ തിരിച്ചിവിടെ നിന്ന് പോകുന്ന വേവ് ഫോംസ് ആണ്. നമുക്ക് ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് പ്രകാശങ്ങൾ വരികയും ചെയ്യും, അത് തിരിച്ചിവിടെ നിന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ഈക്വൽ ആയിട്ട് വരികയും പോവുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭൂമിയുടെ ഉള്ളിലുള്ള ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇൻകമിംഗ് ആയിട്ട് വരുന്ന സോളാർ റേഡിയേഷൻ ഒക്കെ കണ്ടോ, വളരെ അതിന്റെ വേവ് ലെന്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ വേവ് ലെന്ത് എല്ലാം ഷോർട്ട് വേവ് ലെന്ത് ആണ്. എന്നാൽ പുറത്തോട്ട് പോകുന്ന അല്ലെങ്കിൽ ഇത് ഔട്ട് ഗോയിങ് ആയിട്ട് പോകുന്ന വേവ് ഫോംസിന്റെ ഒക്കെ വേവ് ലെന്ത് കണ്ടോ, വളരെ വലിയ വേവ് ലെന്ത് ആണ്. അതെ, ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് പഠിക്കും. നമുക്ക് ജോഗ്രഫി തന്നെ ഒരു ടോപ്പിക് ഉണ്ട്, നമുക്ക് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങളും പ്രകൃതിയുടെ പല പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒരു കാര്യം, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത ഇത്രയേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ എഫക്ട് കാരണം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ഇൻകമിംഗ് ആയിട്ട് വരുന്ന സോളാർ റേഡിയേഷൻസ് എല്ലാം വേവ് ലെന്ത് ഷോർട്ട് ആയിരിക്കും. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന വേവ് ഫോംസിന്റെ അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന ഗ്യാസുകളുടെയൊക്കെ അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന റേഡിയേഷൻസിന്റെയൊക്കെ വേവ് ലെന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അത്? വളരെ ലോങ് വേവ് ലെന്ത് ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ഇതിന് ചുറ്റും കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പുതപ്പ് മാതിരി നമ്മുടെ ഇങ്ങനെ കവർ ചെയ്തങ്ങ് നിൽക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇതുപോലെ ഒരു പുതപ്പ് പോലെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇത് ഒപ്പേക്ക് ആയിട്ട് നിൽക്കും. ഇതിനെ പുറത്തോട്ട് കടത്തി വിടത്തില്ല. ഈ പറയുന്ന ഔട്ട് ഗോയിങ് ആയിട്ട് പോവേണ്ട റേഡിയേഷൻസിനെ ഒന്നും കടത്തി വിടത്തില്ല. അത് ഇതിന്റെ അകത്ത് തന്നെ നിൽക്കും. ഇതിന്റെ അകത്ത് നിന്ന് ചൂടാക്കി നമ്മളിങ്ങനെ ഉരുക്കി കൊല്ലും. അതാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഏറ്റവും വലിയ ദോഷമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഔട്ട് ഗോയിങ് ആയിട്ട് പോകേണ്ട സോളാർ റേഡിയേഷൻസ് ഇതിന്റെ അകത്ത് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചൂട് കൂടുമ്പോൾ നമ്മുടെ ഭൂമി അതിനനുസരിച്ച് ചൂടാകും. ഓക്കെ. അപ്പം ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡും ഭൂമിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം. ആ ഒരു സോളാർ റേഡിയേഷന്റെ കാര്യം, ഇൻകമിംഗ് ആയിട്ടുള്ള സോളാർ റേഡിയേഷനും ഔട്ട് ഗോയിങ് ആയിട്ട് പോകുന്ന സോളാർ റേഡിയേഷന്റെ കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇൻകമിംഗ് ആയിട്ട് വരുന്ന സോളാർ റേഡിയേഷൻസിന്റെ പ്രത്യേകത എന്താണ്? ഷോർട്ട് വേവ് ലെന്ത് ആണ്. ഔട്ട് ഗോയിങ് ആയിട്ട് പോകുന്ന റേഡിയേഷൻസിന്റെ പ്രത്യേകത, നമ്മൾ ഇൻകമിംഗ് ആയിട്ടുള്ള സോളാർ റേഡിയേഷൻ എന്ന് പറയും, ഔട്ട് ഗോയിങ് ആയിട്ടുള്ളതിന് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയും. ഭൂമിയിൽ വന്ന് തട്ടി തിരിച്ചു പോകുന്നത്. അത് പക്ഷെ തിരിച്ചു പോകുമ്പോഴേക്ക് എന്ത് ചെയ്യും? അത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കവചം പോലെ പുറത്തങ്ങ് നിൽക്കുകയാണ്. ഒപ്പേക്കായിട്ട് അതിനെ പുറത്തോട്ട് കടത്തിവിടാൻ സമ്മതിക്കത്തില്ല. അത് അങ്ങനെ അവിടെ കവറിങ് പോലെ അങ്ങ് നിൽക്കും. ഓക്കെ. അപ്പോൾ അത് ലോങ് വേവ് ലെന്ത് ആയിട്ട് അവിടെ നിൽക്കും. ലോങ് വേവ് ലെന്ത് ആയിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പം ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി ഭൂമിയിലുള്ള ചൂട് കൂട്ടും, അതുപോലെ നമ്മുടെ ഭൂമി ചൂടാവുകയും ചെയ്യും. ഇനി ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കീലിംഗ് കർവ് എന്ന് പറയും. കീലിംഗ് കർവ്. ഈ കീലിംഗ് കർവ് എന്ന് പറയുന്നത് ചാൾസ് ഡേവിഡ് കീലിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കൊണ്ടുവന്നതാണ് ഈ കീലിംഗ് കർവ്. കീലിംഗ് കർവിന്റെ പ്രധാനപ്പെട്ട കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന കർവിന് നമ്മൾ പറയുന്ന പേരാണ് കീലിംഗ് കർവ്. കീലിംഗ് കർവ്. ഓക്കെ, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങളെയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കീലിംഗ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. കീലിംഗ് കർവ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കീലിംഗ് കർവ് എന്ന് പറയുന്നത്. കീലിംഗ് കർവ് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. ചാൾസ് ഡേവിഡ് കീലിംഗ്. ചാൾസ് ഡേവിഡ് കീലിംഗ്. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, കീലിംഗ് കർവിന്റെ സ്പെല്ലിംഗ് KEELING. KEELING. കീലിംഗ് കർവ്. ഓക്കെ, ചാൾസ് ഡേവിഡ് കീലിംഗ്, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കീലിംഗ് കർവ് എന്ന്. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അതിനെ റെപ്രസെന്റ്, നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എർത്തിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഗ്രാഫാണ് ഈ പറയുന്ന കീലിംഗ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഓസോൺ എന്ന് പറയുന്ന സാധനം. ഓസോൺ. ഓക്കെ, ഓസോൺ. ഓസോൺ ഏകദേശം 0.01% ഉള്ളതാണ് നമ്മൾ പറഞ്ഞു. അതെ, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഉള്ള ചോദ്യമാണ് കീലിംഗ് കർവ്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറഞ്ഞു. ഓക്കെ, ഓസോൺ ഏകദേശം 0.01% ആണ് നമ്മുടെ ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ. ഓക്കെ, നമ്മുടെ അന്തരീക്ഷത്തിലെ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തില് നമ്മുടെ സൂര്യരശ്മികൾ, നമ്മുടെ അൾട്രാവയലറ്റ് കിരണങ്ങളെയൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഇവിടെ ഓക്സിജൻ തന്മാത്രകളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചു, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിത് ഈ കാണുന്നതാണ് സാധാരണഗതിയിലുള്ള ഓക്സിജൻ തന്മാത്ര. നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ തന്മാത്രയുണ്ട്. ഈ ഓക്സിജൻ തന്മാത്രയും അതുപോലെ തന്നെ അൾട്രാവയലറ്റ് കിരണങ്ങൾ, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളും തമ്മിൽ കൂട്ടിമുട്ടും. ഇത് തമ്മിൽ ഒരു ഒന്നാമത്തെ പ്രോസസ്സ് നടക്കും. ഈ പറയുന്ന ഓക്സിജൻ തന്മാത്ര, ഓക്സിജൻ എന്ന് പറയുമ്പോൾ O2 ആണ്, 2 ഓക്സിജൻ തന്മാത്ര. ഈ ഓക്സിജൻ തന്മാത്രയും അൾട്രാവയലറ്റ് കിരണവും തമ്മിൽ കമ്പൈൻ ചെയ്ത് 2 ഓസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ആവും. ഒരു ഓയും ഒരു ഓയും ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഈ ഓക്സിജൻ ആറ്റം എന്ത് ചെയ്യും, വീണ്ടും 2 ഓക്സിജൻ തന്മാത്രകളുമായിട്ട് O2 ആയിട്ട് കമ്പൈൻ ചെയ്യും. അപ്പൊ അത് 3 ഇതുപോലുള്ള ഓക്സിജൻ ആയിട്ട് മാറും. അതായത് ഇങ്ങനെയാണ് ഓസോൺ ഫോം ചെയ്യുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഓസോണീകരണം. അതായത് ഏക അറ്റോമിക് ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ വാതകമായിട്ട് രൂപം കൊള്ളുന്ന പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് ഓസോണീകരണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഓസോണൈസേഷൻ എന്ന് പറയും. ഓസോണൈസേഷൻ അല്ലെങ്കിൽ ഓസോണീകരണം. ഏക അറ്റോമിക് ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളുമായിട്ട് കൂടിച്ചേർന്ന് 3 ആറ്റമുള്ള ഓക്സിജൻ വാതകമായിട്ട് രൂപം കൊള്ളുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസോണീകരണം അല്ലെങ്കിൽ ഓസോണൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെച്ചിരിക്കുക. ഓസോണീകരണത്തെ കുറിച്ച് അല്ലെങ്കിൽ ഓസോണൈസേഷനെ കുറിച്ച് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം, അതായത് ആദ്യം നമ്മൾ ഈ കാണുന്നത് 2 ഓക്സിജൻ തന്മാത്രകളാണ്. ഓക്കെ, O2 എന്ന് പറയുന്നതിന്റെ 2 ഓയും ഒരു ഓയും ഒരു ഓയും. ഈ 2 ഓക്സിജൻ തന്മാത്രകളും അൾട്രാവയലറ്റ് കിരണങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് അത് സ്പ്ലിറ്റ് ആകും, 2 ഓക്സിജൻ തന്മാത്രകളായിട്ട് മാറും. ഈ പറയുന്ന ഏക അറ്റോമിക് ഓക്സിജൻ തന്മാത്രകള് സാധാരണ ഓക്സിജൻ തന്മാത്ര എന്ന് പറയുമ്പോൾ 2 എണ്ണം കാണും. ആ ഓക്സിജൻ തന്മാത്രയായിട്ട് കൂടിച്ചേർന്ന് അത് O3 ആയിട്ട് മാറും, അല്ലെങ്കിൽ ഓസോൺ വാതകമായിട്ട് രൂപം കൊള്ളും. ഇങ്ങനെ ഓസോൺ വാതകമായിട്ട്, അതായത് ഏക അറ്റോമിക് ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളുമായിട്ട് കൂടിച്ചേർന്ന് 3 തന്മാത്രയുള്ള ഈ പറയുന്ന ഓസോൺ വാതകമായിട്ട് മാറുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസോണീകരണം അല്ലെങ്കിൽ ഓസോണൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗർ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അങ്ങ് മനസ്സിലാവും, പഠിക്കേണ്ട ഒരു കാര്യമില്ല. സാധാരണ ഓക്സിജൻ തന്മാത്ര എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ തന്മാത്രയുണ്ട്. ഈ ഓക്സിജൻ തന്മാത്ര അൾട്രാവയലറ്റ് കിരണമായിട്ട് കൂടിച്ചേരുമ്പോൾ അത് എന്തായിട്ട് മാറും, 2 സ്വതന്ത്ര അല്ലെങ്കിൽ ഏക അറ്റോമിക് ഓക്സിജൻ തന്മാത്രയായിട്ട് മാറും. ഈ പറയുന്ന ഏക ഓക്സിജൻ തന്മാത്ര സാധാരണഗതിയിലുള്ള ഓക്സിജൻ തന്മാത്രകളുമായിട്ട് കൂടിച്ചേർന്നാണ് 3 തന്മാത്രകൾ ഓസോൺ ആയിട്ട് മാറുന്നത്. അതിനെയാണ് നമ്മൾ ഓസോണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ ഓസോൺ പാളിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല,
സൂര്യനിൽ നിന്ന് വരുന്ന ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെയൊക്കെ ആഗിരണം ചെയ്ത് ഭൂമിയിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പാളിയാണ് ഈ പറയുന്ന ഓസോൺ പാളി എന്ന് പറയുന്നത്. ഓസോൺ പാളി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ പറയും ഓസോൺ പാളിയുടെ സുഷിരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ആ ഓസോണിന്റെ സുഷിരമൊക്കെ നമുക്ക് പിന്നീട് പഠിക്കേണ്ട ഒരു പോയിന്റാണ്. അത് നമുക്ക് പിന്നീട് നോക്കാം. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സൂര്യനിൽ നിന്നുള്ള ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയിലുള്ള ജീവജാലങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന സാധനമാണ് നമ്മുടെ ഈ പറയുന്ന ഓസോൺ പാളി എന്ന് പറയുന്നത്. ഓസോൺ പാളി നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇനി പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ ഏത് തീയതിയാണ്? സെപ്റ്റംബർ 16. അതെ, സെപ്റ്റംബർ 16. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചില്ലേ, ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. ഇനി ഈ ഒരു ഓസോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ആർക്കെങ്കിലും അറിയാമോ? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ, ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ ഏത് വർഷമാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ ഏത് വർഷം? 87 തീയതി എന്നാണ് മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ച തീയതി? സെപ്റ്റംബർ 16. അവിടെ നിന്നാണ് നമ്മൾ സെപ്റ്റംബർ 16 എന്തായിട്ട് ലോക ഓസോൺ ദിനമായിട്ടൊക്കെ ആചരിക്കാൻ തുടങ്ങി. കേട്ടില്ല, എന്ത് പറഞ്ഞു? ജനുവരി ഒന്നല്ലേ? അതായത് ഒപ്പുവെച്ചത് സെപ്റ്റംബർ 16 അത് നിലവിൽ വരുന്നതാണ് 1989 ജനുവരി 1. ഓക്കെ, മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ചത് 1987 സെപ്റ്റംബർ 16 എന്നാൽ ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വരുന്നത് 1989 ജനുവരി 1 നിലവിൽ വരുന്നത്. ഓക്കെ, ഈ ഓസോൺ സുഷിരം ആദ്യം കണ്ടെത്തിയ സ്ഥലം അറിയാമോ? ഓസോൺ സുഷിരം അന്റാർട്ടിക്ക എന്ന് എല്ലാവർക്കും അറിയാം. അതെ, ഹാലിബേ എന്ന് പറയുന്ന സ്ഥലത്താണ്. 1913 വരുന്നത്. അന്റാർട്ടിക്കയിലെ ഹാലിബേ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹാലിബേ. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പം മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ ഈ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളുടെ ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്രപരമായിട്ടുണ്ടായ ഒരു ഉടമ്പടിയാണ് ഈ പറയുന്ന മോൺട്രിയൽ പ്രോട്ടോകോൾ. 1987 സെപ്റ്റംബർ 16 ഈ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത്. പക്ഷെ നിലവിൽ വരുന്നത് 1989 ജനുവരി 1 ആദ്യമായിട്ട് ഓസോൺ സുഷിരമൊക്കെ കണ്ടെത്തിയ സ്ഥലം ചോദിച്ചാൽ അത് ഫാലിബേ ആണ്. ഫാലിബേ എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചിരിക്കുക. ഇതാണ് ഓസോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഓസോണുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ആ ഓസോണീകരണം നന്നായിട്ടൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓസോണീകരണം എന്ന് പറയുന്നത്. പിന്നെ ഓസോൺ പാളി കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നുള്ള ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെയൊക്കെ ആഗിരണം ചെയ്യുകയും അത് ഭൂമിയിലുള്ള ജീവജാലങ്ങളെയൊക്കെ അതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന പാളിയാണ് ഈ പറയുന്ന ഓസോൺ പാളി. ഓസോൺ പാളി കാണപ്പെടുന്നത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. നമ്മൾ ഇനി ഓരോ അന്തരീക്ഷ പാളികളെ കുറിച്ച് പഠിക്കും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ അതിൽ പറഞ്ഞത്. ഇനി അടുത്ത് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഒരു പ്രധാനപ്പെട്ട സാധനമാണ് വാട്ടർ വേപ്പേഴ്സ്, അല്ലെങ്കിൽ ജലതന്മാത്രകൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ചുറ്റും കാണപ്പെടുന്ന ഈ ഭൂമിയുടെ ചുറ്റും ഒരു പുതപ്പ് പോലെയാണ് നമ്മൾ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയർ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അന്തരീക്ഷം കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇനി ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഈ അന്തരീക്ഷ ഭാഗങ്ങളില് ഈ പറയുന്ന അന്തരീക്ഷ ഭാഗങ്ങളില് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന അളവിൽ കാണപ്പെടുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന വാട്ടർ വേപ്പേഴ്സ്, അല്ലെങ്കിൽ ജലതന്മാത്രകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജലതന്മാത്രകളിലാണ് നമ്മുടെ ഈ പറയുന്ന ഭൂമിയോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗങ്ങളിലൊക്കെ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ജലതന്മാത്രകളാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജലതന്മാത്രകളാണ്. ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം കൂടെയാണത്. ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ ഹൈ കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? വാട്ടർ വേപ്പർ ആണ്, അല്ലെങ്കിൽ ജലതന്മാത്രകളാണ്. അപ്പോ ഈ ടെമ്പറേച്ചറിന്റെ ഈ ജലതന്മാത്രകളുടെ കാര്യം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഹിമാലയസിലായിരിക്കുമോ ജലതന്മാത്ര കൂടുതൽ, അതോ നമ്മുടെ ശംഖുമുഖം, വേളി അതിന്റെയൊക്കെ അടുത്ത് നിൽക്കുമ്പോഴായിരിക്കുമോ ജലതന്മാത്രകൾ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തില്? ശംഖുമുഖം. അതൊക്കെ എന്തുകൊണ്ടാണ്? ബീച്ചിന്റെ അവിടെയൊക്കെ പോകും. കാരണം എന്താണ്? ഹിമാലയം എന്ന് പറയുമ്പോൾ അവിടെ താപനില വളരെ കുറവാണ്. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിൽ
ജലാംശത്തിന്റെ അളവ് എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. കാരണം എന്താണ്? അവിടെ അത്രയ്ക്കും ഇവാപ്പറേഷൻ നടക്കുകയാണ്. ഇവാപ്പറേഷൻ അത്രയും നടക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അത്രയ്ക്കും എന്തുണ്ടാകും? ജലതന്മാത്രകളുടെ പ്രസൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ഈ പറയുന്ന അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. കാരണം അവിടെ ബാഷ്പീകരണത്തിന്റെ തോത് വളരെ കൂടുതലാണ്. ബാഷ്പീകരണത്തിന്റെ തോത് കൂടുതലായതുകൊണ്ട് എന്തും കൂടുതലാണ്? ജലാംശത്തിന്റെ അളവും വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രദേശത്തെ ഹ്യൂമിഡിറ്റി, അവിടുത്തെ ജലതന്മാത്രകളുടെ അളവ് കൂടും. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ബാഷ്പീകരണ തോത് കൂടുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഈ പറയുന്ന വാട്ടർ വേപ്പർ ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഭൂമി ഒരുപാട് അങ്ങ് ചൂടാവാത്തതും ഒരുപാട് തണുക്കാത്തതും. ഇത് രണ്ടിനും ഇങ്ങനെ നമ്മളെ മിഡിലായിട്ട് ഇങ്ങനെ നിർത്തുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന സാധനം വാട്ടർ വേപ്പർ ആണ്, ജലതന്മാത്രകളാണ്. ജലതന്മാത്രകളുടെ പെർസെൻറ്റേജ് ആണ്, അങ്ങനെ അതിന്റെ ഒരു പ്രസൻസ് ആണ് നമ്മുടെ ഭൂമിയെ ഒരുപാട് ഹീറ്റ് ആവാതെയും ഒരുപാട് തണുത്തു പോകാതെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒന്നാണ് പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഡസ്റ്റ് പാർട്ടിക്കിൾസും നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഏറ്റവും അടിത്തട്ടിലാണ്, ഈ അന്തരീക്ഷത്തിന്റെ ഏറ്റവും ഭൂമിയോട് ചേർന്ന് വരുന്ന പോർഷനിലാണ് ഏറ്റവും കൂടുതൽ പൊടിപടലങ്ങളും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പൊടിപടലങ്ങൾ ഏറ്റവും ലോവർ മോസ്റ്റ് ലെയറിൽ വരാൻ കാരണം തന്നെ അതിനെന്താണ്? കൂടുതൽ നമ്മുടെ ഭൂമിയിലേക്ക് അതിനെ അടുപ്പിച്ച് നിർത്താൻ, അതായത് ഒരു ഭൂഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായിട്ടാണ് ഭൂമിയോട് ഇതിനെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ ഏറ്റവും ലോവർ മോസ്റ്റ് ആയിട്ടുള്ള അന്തരീക്ഷത്തിന്റെ തന്നെ ഏറ്റവും ലോവർ മോസ്റ്റ് ആയിട്ടുള്ള പാളികളിലാണ് നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ ഒരുപാട് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ പൊടിപടലങ്ങളിലാണ് പ്രധാനമായിട്ട് മേഘരൂപീകരണത്തിനൊക്കെ സഹായിക്കുന്നത്. അതിന് നമ്മൾ പറഞ്ഞ പേരുണ്ട് ഘനീകരണ മർമ്മം എന്ന് പറയും, അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലിയ എന്ന് പറയും. അതായത് അന്തരീക്ഷത്തിലുള്ള നേർത്ത പൊടിപടലങ്ങള് മേഘരൂപീകരണത്തിന് സഹായിക്കും. ആ മേഘരൂപീകരണത്തിന് സഹായിക്കുന്നത് അറിയപ്പെടുന്നതാണ് ഘനീകരണ മർമ്മം എന്ന് പറയും. ഘനീകരണ മർമ്മം. ഓക്കെ, കണ്ടൻസേഷൻ ന്യൂക്ലിയൈ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തിനെ സഹായിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ ന്യൂക്ലിയൈ അല്ലെങ്കിൽ ഘനീകരണ മർമ്മം എന്ന് പറയും. ഈ പൊടിപടലങ്ങൾ തന്നെ നമ്മുടെ ഭൂമി എടുക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും മധ്യത്തിൽ ഭൂമധ്യരേഖ പോകുന്നുണ്ട്. ഈ ഭൂമധ്യരേഖയിൽ തന്നെ നമ്മുടെ പൊടിപടലങ്ങളുടെ തോത് വളരെ കുറവാണ്. എന്നാൽ നമ്മൾ ഈ മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ സോണിലോട്ട് എത്തുമ്പോൾ ഇവിടെയൊക്കെ പൊടിപടലങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ റോഡ് സൈഡിലുള്ള കടമുറികളൊക്കെ രാവിലെ കടക്കാർ തുറക്കുമ്പോൾ അവർ ചുറ്റും ഇങ്ങനെ വെള്ളം ഒഴിക്കും. കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഉള്ള കടകളിൽ അവരിങ്ങനെ വെള്ളം ഒഴിക്കും. എന്തിനാണ് അവരിങ്ങനെ വെള്ളം ഒഴിക്കുന്നത്? പൊടി പാറാതിരിക്കാൻ. നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പൊടി പറക്കും അങ്ങനെ? ഇല്ല. നിങ്ങളൊക്കെ വീടുകളിലൊക്കെ തൂക്കുന്ന സമയത്ത് ഒരുപാട് മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വെളിയിലൊക്കെ തൂക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പുറത്തുള്ള റൂമൊക്കെ തൂക്കുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം കുറഞ്ഞിട്ട് നിങ്ങൾ തൂക്കും, വീട്ടമ്മമാരൊക്കെ. എന്തിനാണ് അങ്ങനെ തൂക്കുന്നത്? ആ പൊടി അങ്ങനെ അടിച്ചു പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ ഭൂമിക്കും സംഭവിക്കുന്നത്. നമുക്കറിയാം സൂര്യന്റെ പ്രകാശം ഭൂമിയുടെ ഇക്വേറ്ററിലൊക്കെ വളരെ കൂടുതലായിട്ട് സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് ഇവിടെ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. നല്ല ടെമ്പറേച്ചർ ആകുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഹ്യൂമിഡിറ്റി, വാട്ടറിന്റെ പ്രസൻസ്, ജലതന്മാത്രകളുടെ പ്രസൻസ് വളരെ കൂടുതലാണ്. ജലതന്മാത്രകളുടെ പ്രസൻസ് കൂടുന്നത് കൊണ്ട് തന്നെ ഇവിടെ വാട്ടർ വേപ്പറിന്റെ തോത് വളരെ കുറവായിരിക്കും. അല്ല, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളുടെ തോത് വളരെ കുറവായിരിക്കും. പക്ഷെ ടെമ്പറേച്ചർ സോണിലൊക്കെ എന്ത് സംഭവിക്കും? പൊടിപടലങ്ങളുടെ എണ്ണം വീണ്ടും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പൊടിപടലങ്ങൾ എവിടെയാണ് കൂടുതലെന്ന് ചോദിച്ചാൽ അത് ടെമ്പറേച്ചർ സോണിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ഇക്വേറ്ററിലൊക്കെ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ പൊടിപടലത്തിന്റെ തോത് വളരെ കുറവാണ്. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഒരു ഓറഞ്ച് ആൻഡ് റെഡിഷ് കളറൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസും അതേപോലെ ലൈറ്റിന്റെ മറ്റ് ചില പ്രതിഭാസങ്ങളും കാരണമാണ് നമുക്ക് അങ്ങനെ കാണാനൊക്കെ സാധിക്കുന്നത്. ഒരു ഓറഞ്ചും റെഡ് കളറും ഒക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ ഈ ഓരോന്നിനെയും കുറിച്ച് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇതൊക്കെ പറയാൻ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ കാര്യവും പറഞ്ഞത്. ഇതിൽ പറഞ്ഞ പല പോയിന്റ്സുകളും നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത പോയിന്റ്സുകളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത്
ഈ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് അന്തരീക്ഷത്തിന്റെ ചുറ്റും കാണപ്പെടുന്ന ഒരു ബ്ലാങ്കറ്റ് പോലെ കാണപ്പെടുന്നതാണ് അന്തരീക്ഷം എന്ന് പറയുന്നതും അത് ഭൂഗുരുത്വാകർഷണത്തിന്റെ ബലമായിട്ടാണ് ഇത് ഭൂമിയോട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട വാതകങ്ങളും അവയുടെ പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞു. നൈട്രജനൊക്കെ 78%, ഓക്സിജൻ 20.95%, ആർഗൺ 0.93, അതിനുശേഷമാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനുമാണ് നമ്മുടെ ഭൂമിയെ ഒരു ജീവഗ്രഹമായിട്ടൊക്കെ നിലനിർത്തുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ്, ഞാൻ പറഞ്ഞു ഓസോണിനെ കുറിച്ച് പറഞ്ഞു, വാട്ടർ വേപ്പറിനെ കുറിച്ച് പറഞ്ഞു, ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കുറിച്ച് പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡിനെ കീലിംഗ് കർവിനെ കുറിച്ച് പറഞ്ഞു. ഓസോണിന്റെ ഒരു കാര്യം കൂടി ഓർത്തോളണം, നമ്മുടെ ഇത് ഒരേ ഒരു ചെടി മാത്രം ഫോട്ടോസിന്തസിസ് സമയത്ത് ഓസോൺ പുറപ്പെടുവിക്കും. ഏതാണ്? തുളസി. LGS-ന്റെ ഒക്കെ ഒരു സ്ഥിരം ചോദ്യമായിരുന്നു ഒരു സമയത്ത്. അപ്പൊ ആ കാര്യമൊക്കെ ഓർത്ത് വെച്ചിരിക്കും. ഓസോണിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, മോൺട്രിയൽ പ്രോട്ടോകോൾ ജസ്റ്റ് നമ്മൾ ഓർത്തിച്ചെന്ന് പറഞ്ഞു. നമ്മൾ മോൺട്രിയൽ പ്രോട്ടോകോളും പിന്നെ നമുക്ക് ഹരിതഗ്രഹ പ്രഭാവമായിട്ട് ബന്ധപ്പെട്ട ക്യോട്ടോ പ്രോട്ടോകോളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അത് നമുക്ക് കുറച്ച് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ പഠിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് നോക്കാം. പിന്നീട് നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ഇത് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കുറിച്ചും പൊടിപടലങ്ങളെ കുറിച്ചും അവയുടെ കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും കൂടുതൽ, അതൊക്കെ അങ്ങനെ എടുത്തു പറഞ്ഞത് നിങ്ങളോട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഇറങ്ങി ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. അതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ?